ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഫിസിക്സ് കെമിസ്ട്രിയുടെ പാർട്ട് 1 വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഏകദേശം 250ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്തു. ഇനിയുള്ള ബാക്കിയുള്ള 250ഓളം ക്വസ്റ്റ്യൻസ് ആണ്. അതേപോലെ നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 വരാൻ. അതേപോലെ തന്നെ നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻസ് കാണുമ്പോഴേക്കും ആൻസർ നിങ്ങൾക്ക് സ്വയം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോവുക. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഇത് എത്രത്തോളം ഈസി ആണ് ഈ പറയുന്ന ഫിസിക്സും കെമിസ്ട്രിയുടെ പ്രിലിംസിനും അതേപോലെ LGS ലെവലിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതേപോലെ ലാസ്റ്റ് 480 മുതൽ 500 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിലെയും സെക്കൻഡ് ഫേസിലെയും ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഈ ഒരു 480ഓളം ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങൾ ആ ഒരു ലാസ്റ്റത്തെ 20 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം ഈസി ആണെന്നും കൂടി മനസ്സിലാകും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ആകാശത്തിന്റെ നീല നിറം ഏതാണ്? ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രതിഭാസമാണ് എന്ത്? വിസരണം. ആകാശത്തിന്റെ നീല നിറത്തെ പറ്റി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാരാണ്? ലോർഡ് റെയ്ലി. ഇനി കടലിന്റെ നീലിമയാണെങ്കിലോ അതും എന്താണ്? വിസരണമാണ്. അതാരാണ് കടലിന്റെ നീലിമയെ പറ്റി പറഞ്ഞത്? CV രാമനാണ് കടലിന്റെ നീല നിറത്തെ പറ്റി പറഞ്ഞത്. ഓക്കെ അല്ലേ? അതേപോലെ ഉദയാസ്തമയ സമയങ്ങളിൽ എന്താണ് സൂര്യന്റെ ചക്രവാള ചുവപ്പ് നിറത്തിൽ കാണുന്നതിനും ഒക്കെ റീസൺ എന്ന് പറയുന്ന വിസരണമാണ്. ഏത് മൂലകത്തിന്റെ ആറ്റോമിക് നമ്പർ ആണ് 100 എന്ന് പറയുന്നത്? 100 ഏതാണ്? ഫെർമിയം ആണ്. ഫെർമിയം. അതിൽ പഠിച്ചു വെക്കേണ്ട ഒരു പേരാണ് മെന്റലേവിയം. മെന്റലേവിയം എത്രയാണ്? 101 ആണ് മെന്റലേവിയം. അതേപോലെ തന്നെ ഐൻസ്റ്റീനിയം ഉണ്ട്. ഐൻസ്റ്റീനിയം അതും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. ഐൻസ്റ്റീനിയം എന്ന് പറയുന്നത് എത്രയാണ്? 99 ആണ്. അപ്പൊ ഐൻസ്റ്റീൻ 99 ആണ്, ഫെർമിയം 100 ആണ്, മെന്റലേവിയം എത്രയാണ്? അത് 101 ആണ്. ഓക്കെ അല്ലേ? ബിഗ് ഗിഞ്ച് ഏത് രാജ്യത്തിന്റെ പെട്രോളിയം പൈപ്പ് ലൈൻ ആണ്? ബിഗ് ഗിഞ്ച് അതേതാണ്? USA-യുടേതാണ്. USA. സ്ട്രീറ്റ് ലൈറ്റുകൾ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം. റിഫ്ലക്ടർ ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കോൺവെക്സ് ദർപ്പണമാണ്. കോൺവെക്സ് ആണ് റിഫ്ലക്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ജലത്തിന്റെ സാന്ദ്രത എത്രയാണ്? ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 കിലോഗ്രാം മീറ്റർ പെർ ക്യൂബ് ആണ് ജലത്തിന്റെ സാന്ദ്രത എന്ന് പറയുന്നത്. 1000. ഇനി മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈദ്യുത മാറ്റം ഏതാണ്? വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്നു. വൈദ്യുതോർജം രാസോർജമായിട്ട് മാറുന്ന പ്രക്രിയയാണ് എന്താ? മൊബൈല് ചാർജ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് അതിൽ ചേർക്കുന്ന പദാർത്ഥമാണ് എന്ത്? സൾഫർ അല്ലെ? സൾഫർ ചേർക്കുക, വൾക്കനൈസേഷൻ എന്ന് പറയും. എന്താണ്? സൾഫർ ആണ്. എന്താണ്? സ്വാഭാവിക റബ്ബറിന്റെ ഗുണങ്ങൾ മെച്ചപ്പെടുത്താനായി ചേർക്കുന്നതാണ് സൾഫർ എന്ന് പറയുന്നത്. ഇന്ത്യൻ സൈന്യം അടുത്തിടെ ആരംഭിച്ച ഗ്രീൻ സോളാർ എനർജി ഹാർനസിംഗ് പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണത്? അത് സിക്കിമാണ്. ലോക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ബഹിരാകാശ വിനോദയാത്രയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. അതാരാണ്? ഒലിവർ ഡീമൻ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആറ്റോമിക സിദ്ധാന്തം ജോൺ ഡാൾട്ടൺ ആണ്. ഇരുമ്പിന്റെ അയിരേത്? ഇരുമ്പിന്റെ അയിരാണ് ഏത്? ഹേമറ്റൈറ്റ് ആണ് ഇരുമ്പിന്റെ അയിര്. ഹേമറ്റൈറ്റ്, സിഡറൈറ്റ് അല്ലെ? അതൊക്കെ നമ്മൾ എന്താണ്? അയൺ പാരറ്റീസ്, ഇതൊക്കെ എന്താണ്? ഇരുമ്പിന്റെ അയിരാണ്. ആൽക്കലി ലോഹം അല്ലാത്തത്? ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ് ആൽക്കലി ലോഹങ്ങൾ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ ആൽക്കലി ലോഹം എന്ന് പറയുന്നത്. ഈ അലൂമിനിയം എന്താണ്? അത് 13ാമത്തെ ഗ്രൂപ്പ് മൂലകമായ 13ാം ഗ്രൂപ്പ്, അതായത് ബോറോൺ കുടുംബം. അതാണ് ഏത് വരുന്നത്? അലൂമിനിയം വരുന്നത്. എന്താണ് ബോറോൺ, അലൂമിനിയം? ഏതൊക്കെയാണ്? ബോറോൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, ഗാലിയം ഉണ്ട്, ഇൻഡിയം ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ TI ഉണ്ട്. TI എന്തായിരുന്നു പേര്? ഞാൻ മറന്നുപോയി. അടുത്ത നിഹോണിയം ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? 13ാം ഗ്രൂപ്പില്. ഇനി ആൽക്കലി ലോഹം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അത് ഫസ്റ്റ് ഗ്രൂപ്പ് മൂലകമാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരേണ്ടത്? നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ്? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം. അതാണ് ഓർഡർ. അപ്പൊ അതിൽ എന്തൊക്കെയാണ്? ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, റുബീഡിയം ഉണ്ട്, സീഷ്യം ഉണ്ട്,
ഫ്രാൻസിയം ഉണ്ട്. അതിൽ ആദ്യം വരുന്നൊരു പേരുണ്ട് ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം ഗ്രൂപ്പ് മൂലകമാണെങ്കിലും അതെന്തല്ല, ആൽക്കലി ലോഹമല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ആൽക്കലി ലോഹങ്ങൾ എന്ന് പഠിക്കേണ്ടത് ഇത്രയുമാണ്. അപ്പൊ ഇവിടെ പറയുന്ന ലിഥിയം, പൊട്ടാസ്യം, സോഡിയം, ഇത് മൂന്നുമല്ലേ ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അല്ലാത്ത ചോദിക്കുമ്പോൾ അതേതാണ്? അലൂമിനിയം ആണ്. അപ്പൊ ഈ ഒരു ഓർഡർ പഠിച്ചു വെക്കുക. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം എന്നുള്ളതാണ് ആൽക്കലി ലോഹങ്ങളായിട്ട് വരുന്നത്. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം മീഥേൻ, ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതേപോലെ ഓസോൺ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ്. ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ആണ് ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്തത്. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് നമ്മൾ കുറെ തവണ പറഞ്ഞു. എന്തൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, അതാണ് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ. അപ്പൊ ഇവിടെ ഏതാണ്? ടെലൂറിയമാണ് അല്ലാത്തത്. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏതാണ് വേട്ടക്കാരൻ? അത് ഓറിയോൺ ആണ്. ഓറിയോൺ. ഓപ്ഷൻ എ ഓറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം. കരക്കാറ്റ്, കടൽക്കാറ്റ്, അവിടെ എന്താണ്? കരക്കാറ്റും കടൽക്കാറ്റൊക്കെ സംവഹനമാണ്. സംവഹനം, അതായത് ഖരത്തിനാണെങ്കിൽ നമ്മൾ ചാലനം പറയും, മാധ്യമം ഇല്ലാതെയാണെങ്കിൽ വികിരണം പറയും. ഖരത്തിനും ദ്രാവകത്തിനൊക്കെ ആണെങ്കിൽ എന്താണത്? സംവഹനമാണ്. അവിടെ ശരിക്കും പദാർത്ഥങ്ങളെ കൈമാറ്റം ചെയ്യപ്പെട്ടാണ് നടക്കുന്നത്. ഓക്കെ, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതൊക്കെയാണ് ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുന്നത്? നമുക്കറിയാം ഏതാണ്? കത്രികയാണ്. അതേപോലെ ത്രാസ് ഉണ്ട്. ത്രാസ്, കത്രിക, അതായത് എന്താണ്? ആ ഒരു പോയിന്റ് നടുക്കായിരിക്കണം. ഒന്നാം വർഗം എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ്, അതായത് ഇവിടെ എങ്ങനെ വരും? ഇവിടെ നമ്മൾ യജ്ഞം കൊടുക്കും. ഇതാണ് നമ്മുടെ ഫൽക്രം അഥവാ ധാരം എന്ന് പറയുന്നത്. ധാരം. അതേപോലെ ഇവിടെ എന്താണ്? രോധം. അപ്പൊ എന്താണ്? ധാരം യജ്ഞത്തിനും രോധത്തിനും ഇടയിലാണെങ്കിൽ എന്താണ് അതിനെ പറയുന്നത്? EFR. EFR എന്ന് പറഞ്ഞാൽ എന്താണ്? എഫേർട്ട്, ഫൽക്രം, റെസിസ്റ്റൻസ് അല്ലെ. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, ത്രാസ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നടുക്കൊരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഒരു പാത്രം ഉണ്ടാകും, ഇവിടെ ഒരു പാത്രം ഉണ്ടാകും. ആ ഒരു പോയിന്റിനെയാണ് ബേസ് ചെയ്യുന്നത് അല്ലെ. അതേപോലെ തന്നെ കത്രികയ്ക്കും എന്താണ്? നടുക്കൊരു പോയിന്റ് ഉണ്ട് അല്ലെ. നമ്മൾ ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ബലം കൊടുക്കുന്നത്. ഇവിടെ കൊണ്ടാണ് എന്തെടുക്കുന്നത്? ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അപ്പൊ അതെന്താണ്? ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് ഈ പറയുന്ന കത്രിക. അപ്പൊ നിങ്ങൾ ഈ ഒന്നാം വർഗം, രണ്ടാം വർഗം, മൂന്നാം വർഗം ഉത്തോലകങ്ങൾ പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രകാശ പ്രകീർണനത്തിന് കാരണമായത് എന്ത്? പ്രകാശ പ്രകീർണനം എന്താണ്? അപവർത്തനമാണ്. എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ്? ചരിഞ്ഞു പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ മാധ്യമം എന്ത് ചെയ്യുന്നുണ്ട്? ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നതിനെയാണ് അപവർത്തനം എന്ന് പറയുന്നത്. ദ്രുതഗതിയിലുള്ള ദോലനമാണ്. ഞാൻ പലപ്പോഴും ആ ക്വസ്റ്റ്യൻസ് പേപ്പറിൽ വരുമ്പോഴേക്കും പറയാനുണ്ട്. ദ്രുതഗതിയിലുള്ള ദോലനത്തെ പറയുന്ന പേരാണ് എന്ത്? കമ്പനം. ഒരു മൂലകത്തിനെ മറ്റു മൂലകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന കണമേത്? അതേതാണ്? പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിനെയാണ് നമുക്കറിയാം മൂലകത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അല്ലെ എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പ്രോട്ടോൺ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏതാണ്? സിങ്ക്. ഒത്തിരി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഒരു 20-25 തവണയെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏതാണ്? നിങ്ങൾക്കറിയാം എന്താണ്? 18, അതായത് 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ്. അതായത് അവരെന്താ? സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ആ എലമെന്റ്സിനെയാണ്. ഏതൊക്കെ വരും നമുക്കറിയാം. ഹീലിയം ഉണ്ട്, നിയോൺ ഉണ്ട്, ആർഗൺ ഉണ്ട്, അതേപോലെ തന്നെ ക്രിപ്റ്റോൺ ഉണ്ട്, സെനോൺ ഉണ്ട്. ഓക്കെ, അതേപോലെ ലാസ്റ്റ് വരുന്ന ഒഗനസോൺ എന്ന് പറയുന്ന 118ാമത്തെ എലമെന്റ്. ഒഗനസോൺ അത് പഠിക്കേണ്ടതാണ്. ലാസ്റ്റ് എലമെന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഓക്സിജൻ ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. pH സ്കെയിൽ ആരാണ് കണ്ടുപിടിച്ചത്? സൊറൻസൺ ആണ്. 7ൽ കൂടുതലാണെങ്കിൽ എന്താണ്? ആൽക്കലിയും, 7ൽ കുറവാണെങ്കിൽ അത് ആസിഡുമാണ്. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം നമുക്ക് ചേർത്ത് കൊടുക്കണം. അപ്പൊ അത് എവിടെയായിരിക്കും കുമ്മായം ചേർക്കേണ്ടത്? അത് 3 അതായത് അസിഡിറ്റി. നമുക്ക് എന്താണ്? ഏതെങ്കിലും ഒരു എലമെന്റ് കൂടുമ്പോൾ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അതേപോലെ തന്നെ ഈ തന്നിരിക്കുന്ന മണ്ണിൽ അസിഡിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ അതിലേക്ക് എന്ത് ചേർക്കണം? ആൽക്കലി ചേർത്തിട്ട് അതിനെ നിർവീര്യമാക്കി കൊണ്ടുവരണം. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം എടുക്കും? എത്രയാണ്? 27 1/3 ദിവസമാണ് എടുക്കുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനമേത്? എയ്ഡ് വിട്ട് അമ്പിന്റെ ചലനം നേരെയല്ലേ പോകുന്ന. റോക്കറ്റിന്റെ ചലനം അതുമൊക്കെ ഇങ്ങനെയാണ്. ജെയിന്റ് വീലിന്റെ ചലനം ഇങ്ങനെയാണ്.
ഊഞ്ഞാലിന്റെ ചലനമാണ് എന്ത് വരുന്നത്, മുന്നോട്ടും പിറകോട്ടും വരുന്നത്. അതിനെയല്ലേ നമ്മൾ ദോലനം എന്ന് പറയുന്നത്. അപ്പൊ ഏതാണ്, ഊഞ്ഞാലിന്റെ ചലനമാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഞാൻ നേരത്തെ പറഞ്ഞു. തന്മാത്രകളുടെ സ്ഥാനമാറ്റം വന്നുവെങ്കിൽ അതെന്താണ്, സംവഹനമാണ്. എങ്കിൽ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെയാണെങ്കിൽ എന്താണ്, അത് ചാലനമാണ്. വികിരണം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെയാണ്. അതുകൊണ്ടാണ് സൂര്യനിൽ നിന്നുള്ള സൂര്യപ്രകാശം നമ്മളിലേക്ക് എത്തുന്നത് വികിരണം വഴിയാണ്. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിന്റെ വലതു ചുമലിന്റെ സ്ഥാനത്ത് ചുവന്ന് കാണുന്ന നക്ഷത്രം ഏത്? അതേതാണ്, തിരുവാതിര. തിരുവാതിരയാണ്. താഴെ പറയുന്നവയിൽ ഏത് സംയുക്തന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ, ഏതാണ് സ്പോഞ്ചി അയൺ ഉപയോഗിക്കുന്നത്? അത് അമോണിയ. അമോണിയയുടെ നിർമ്മാണ പ്രക്രിയ അറിയപ്പെടുന്ന പേരെന്താണ്? അത് ഹേബർ പ്രോസസ് ആണ്. ഹേബർ പ്രക്രിയ എന്നറിയപ്പെടും. അതേപോലെ സമ്പർക്ക പ്രക്രിയ സൾഫ്യൂരിക് ആസിഡിന്റെ, അതിന് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം ഏതാണ്? അത് വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ്. ഓക്കെ, ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താ, രാസപ്രവർത്തനത്തിൽ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ, ഇൻവോൾവ് ചെയ്യാണ്ട് തന്നെ അത് എന്ത് ചെയ്യുന്നുള്ളൂ, രാസപ്രവർത്തന വേഗതയെ സ്വാധീനിക്കുന്നവയാണ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. പീരിയോഡിക് ടേബിൾ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, എന്താണെന്ന് നോക്കിക്കേ. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കുറയുന്നു. കുറയുകയല്ല ചെയ്യുന്നത്, ഇങ്ങനെ 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 അതിങ്ങനെ കൂടി 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 കൂടിയാണ് വരുന്നത്. മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും ആറ്റത്തിന്റെ വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പൊ ഇതെന്താണ്, തെറ്റാണ് അല്ലെ, ഇതെന്താണ്, കൂടുന്നു. പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഇത് ശരിയാണ്. പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറഞ്ഞു കുറഞ്ഞു വരും. പിരീഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആട്ടത്തിന്റെ വലിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നു. ഇതും തെറ്റാണ്. വലിപ്പം കൂടുകയാണ് ചെയ്യുന്നത്, സോറി കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൂടുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ്, കുറയുകയാണ് ചെയ്യുന്നത്. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്, ഇതും എന്താണ്, തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ബി ആണ്. പീരിയഡിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലോഹ സ്വഭാവം കുറയുകയാണ് ചെയ്യുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാൻ. നിറമില്ല. ഓക്കെ, എന്താണ്, നിറമില്ല, ശരിയാണ് അല്ലെ. എന്താണ്, കത്താൻ സഹായിക്കുന്നു. അതേപോലെ തന്നെ എന്തുണ്ട്, സോറി, ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇത് മൂന്നുമാണ് ഇതിന്റെ ആൻസർ. ഗന്ധമില്ല ഓക്സിജന്. ഓക്കെ, അപ്പൊ ആൻസർ ഏതാണ്, ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല. ഇതാണ് ഓക്സിജനുമായി ബന്ധപ്പെട്ട് വരുന്നത്. അലൂമിനിയത്തിന്റെ അയിര്, ബോക്സൈറ്റ്, കാഡ്മിയം സൾഫൈഡ്, ഗ്ലാസിന് കൊടുക്കുന്ന നിറം മഞ്ഞ. നമ്മൾ അതിന്റെ എല്ലാ കളേഴ്സും പറഞ്ഞാണ് കാഡ്മിയം സൾഫൈഡ് തന്നെയായിരുന്നു ഇതിന് മുന്നേയും ചോദിച്ചത്. അതേതാണ്, മഞ്ഞയാണ്. മാസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ. മാസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പിണ്ഡം, പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ ആകെ അളവാണ് മാസ് എന്ന് പറയുന്നത്. ശരിയാണ്. പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഇത് സ്ഥിരമായിരിക്കും. ശരിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എവിടെ പോയാലും എന്തില്ല, മാസിന് മാറ്റം വരില്ല. ഭാരമാണ് എന്ത് വരുന്നത്, ഭൂഗുരുത്വാകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ചേഞ്ച് വരുന്നത്. ഇതിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. ശരിയാണ്. ഇതിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഇത് രണ്ടും ഉറപ്പായിട്ടും എന്തായാലും ഒരുമിച്ച് വരില്ല. നിങ്ങൾ ലോജിക്കലും കൂടി ചിന്തിക്കുക, ഇത് ഒരിക്കലും ഒരുമിച്ച് വരില്ല. അപ്പൊ എന്താണ്, ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ ഇത് വരും ഓപ്ഷൻ 1, 2, 3 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കാണാൻ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്, കോൺവെക്സ് ദർപ്പണമാണ് അല്ലെ. മിററായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖ ദൂരമാണ് എന്ത്, സ്ഥാനാന്തരം. അതായത് ഒരു വസ്തു എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ 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 സഞ്ചരിച്ച് ഇവിടെ എത്തി. അതിന്റെ ദൂരം ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ദൂരം. പക്ഷെ അതിന്റെ സ്ഥാനാന്തരം, ഡിസ്പ്ലേസ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്, ജൂള്. വികിരണം വഴിയുള്ള താപപ്രേക്ഷണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. തന്മാത്രകൾ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. അതേതാണ്, ചാലനമാണ്. തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന അതേതാണ്, അത് സംവഹനമാണ്. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. അതേതാണ്, അതാണ് എന്ത്, വികിരണം വരുന്നത്. നമുക്ക് വികിരണവുമായി ബന്ധപ്പെട്ടതല്ലേ വേണ്ടത്. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തെ പറയുന്ന പേരാണ് എന്ത്, പ്രകീർണനം.
അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞനാണ് ആര്? ടോറിസെല്ലി. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു അറിയപ്പെടുന്ന പേരാണെന്ത്? സോഡിയം ബെൻസോയേറ്റ്. സോഡാ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ച ഏത് വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ്. സോഡാ കുപ്പിയിൽ നമ്മൾ നിറക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളാണ് എന്ത്? കമ്പനം. രസതന്ത്രത്തിൽ 2020 നോബൽ സമ്മാനം ലഭിച്ചത് ഇമ്മാനുവൽ ഷാർപെൻറ്റിയാണ്. ഇത് ഏകദേശം 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഉള്ള പരീക്ഷകൾക്ക് 2024 പഠിക്കേണ്ടത്. അപ്പം നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. 2024 ഭൗതികശാസ്ത്ര നോബൽ ആർക്കൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജിഫ്രി ഹിൻഡനും. അല്ലെ, ഒരു ഹോപ്പും ഇല്ലാത്ത സമയത്ത് എന്ത് കിട്ടി? അവർക്ക് ഒരു ഹിൻഡ് കിട്ടി. എന്തിനാണ്? ഭൗതിക ശാസ്ത്രത്തിലെ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ്, ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ് മെഷീൻ ലേണിംഗ്, പ്രാപ്തമാക്കുന്നതിനും അടിസ്ഥാന കണ്ടെത്തലുകൾക്കുമാണ് എന്ത് അവർക്ക് നോബൽ പ്രൈസ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജിഫ്രി ഹിൻഡനും. രസതന്ത്ര നോബൽ ആർക്കാണ്? ബെക്കർ, ഹസാബിസ്, ജംബർ. അല്ലെ, ഡേവിഡ് ബെക്കർ എന്തിനാണ്? കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനാണ്. അതേപോലെ ഡെമിസ് ഹസാബിസിനും ജോൺ ജംബറിനും എന്തിനാണ്? പ്രോട്ടീന്റെ ഘടനാ പ്രവചനത്തിനാണ്. അപ്പൊ രസതന്ത്രം, അതേപോലെ തന്നെ ഫിസിക്സ് ഉണ്ട്. പിന്നെന്താണ്? സമാധാനം ആർക്കാണ്? സംഘടനയായിരുന്നു അല്ലെ, നിഹോ അല്ലെ. ആ ഒരു സംഘടന എന്തായിരുന്നു? ജപ്പാനിലെ ആ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ ഹാൻ കാങ് ആരാണ്? സാഹിത്യവുമായി നോബൽ പ്രൈസ്. അതേപോലെ എല്ലാ നോബൽ പ്രൈസുകളും പഠിച്ചു വെച്ചിട്ട് പോകണം. 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഐസോടോപ്പുകളുടെ ജോഡി. ഐസോടോപ്പ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? രണ്ടും ഒരേ ആറ്റങ്ങളായിരിക്കണം. ഇവിടെ നോക്കിക്കേ, ഇവിടെ കാർബണും നൈട്രജനുമാണ്. നേരെ വെട്ടിക്കളഞ്ഞ് ആൻസർ ചെയ്തായിരിക്കും ഇതായിരിക്കും. അതായത് എന്താണ്? ഉണ്ടോ? ഒരേ ആറ്റങ്ങളുടെ എന്താണ് പറയുന്നത്? ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണെങ്കിലാണ് അതിനെ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപദ്രവ്യങ്ങളെ അയിരിനേക്കാൾ സാന്ദ്രത കുറവാണ് എങ്കിൽ എന്താണ്? ഏത് പ്രക്രിയയാണ് ഉപയോഗിക്കുന്നത്? അതാണ് നമ്മുടെ ജലപ്രവാഹത്തിൽ കഴുകൽ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പറഞ്ഞു പ്ലവന പ്രക്രിയയ്ക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്ന എന്ത് സാധനമാണ്? സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയയാണ്. കാന്തിക വിഭജനം, ടിൻ സ്റ്റോൺ കാന്തിക വിഭജനം വഴിയാണ്. ലീച്ചിങ് ആണെങ്കിൽ എന്താണ് ചോദിക്കുന്നത്? അലൂമിനിയത്തിന്റെ അയിരായ ബോക്സൈറ്റിന്റെ സാന്ദ്രണ രീതി ഏത്? ലീച്ചിങ് ആണ്. ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കുന്നതാണ് ഓക്സൈഡ് ഓറുകളാണ്. റെയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങളെയാണ് എന്ത് പറയുന്നത്? ആക്ടിനോഡ്സ്. ഏതാണ്? നമ്മുടെ ലാന്തനോഡ്സ് ആണ്. ലാന്തനോഡ്സ് അതായത് നമ്മുടെ എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആണ് എന്ത്? ലാന്തനോഡ്സും ഉണ്ട്, അതേപോലെ തന്നെ ആക്ടിനോഡ്സും ഉള്ളത്. അതിൽ റെയർ എർത്ത് എന്നറിയപ്പെടുന്നത് ലാന്തനോഡ്സ് ആണ്. ലാന്തനോഡ്സ് എന്ന് പറയുന്നത് ഏകദേശം എത്രയാണ്? 57 മുതൽ 71 വരെയുള്ള എലമെന്റ്സിനെയാണ് ലാന്തനോഡ്സ് എന്നും 89 മുതൽ 101 വരെയുള്ള എലമെന്റ്സിനെയാണ് ആക്ടിനോഡ്സ് എന്നും പറയുന്നത്. ഘനജലം, ഘനജലത്തിന്റെ രാസസൂത്രമാണ് എന്ത്? D2O. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന, തന്മാത്രകൾക്ക് സ്ഥാനമാറ്റം എവിടെയാണ്? സംവഹനമാണ്. താഴെ തന്നിരിക്കുന്നതിൽ പാരമ്പര്യമായിട്ടുള്ള നമുക്ക് ലഭിക്കുന്ന എന്താണ്? അത് മണ്ണെണ്ണയാണ് അല്ലെ. പാരമ്പര്യമായിട്ട് മറ്റേതൊക്കെ എന്താണ്? പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സുകളാണ്. ഇന്ത്യയുടെ ചൊവ്വാ ദൗത്യം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചൊവ്വാ ദൗത്യം മംഗൾയാൻ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസമാണ് എന്ത് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഒരു വസ്തുവിന്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം അല്ലെ. ഭൂമി എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ സ്വന്തം അക്ഷമായ അച്ചുതണ്ടിലാണ് എന്ത് ചെയ്യുന്നത്? ഭ്രമണം ചെയ്യുന്നത്. സ്വന്തം അച്ചുതണ്ടിലാണ് ചുറ്റിക്കറങ്ങുന്നത്. അപ്പൊ എന്താണ്? അതിനെ ഭ്രമണം എന്നാണ് പറയുന്നത്. താഴെ പറയുന്നതിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത്. കാർബൺ ഡൈ ഓക്സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ക്ലോറോ ഫ്ലൂറോ കാർബൺ, അതേപോലെ തന്നെ മീഥേൻ. ഇതില് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക, നൈട്രസ് ആസിഡും ഉണ്ട്, അതേപോലെ തന്നെ പേര് നമ്മൾ കേൾക്കുമ്പോൾ നൈട്രസ് ഓക്സൈഡും ഉണ്ട്. ഓക്കെ, നൈട്രസ് ആസിഡും ഉണ്ട്, നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ അത് N2 ആണ്. നൈട്രസ് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് HNO2 ആണ്. ഈ നൈട്രസ് ഓക്സൈഡ് എന്താണ്? ഒരു ഹരിതഗൃഹവാതകമാണ്. പക്ഷെ നൈട്രസ് ആസിഡ് അല്ല. അപ്പൊ ഒന്ന് ഓർത്ത് വെക്കുക, നൈട്രസ് എന്ന് കാണുമ്പോൾ തന്നെ ചാടിക്കയറി വീഴരുത്. ഓക്സൈഡ് ആണോ ആസിഡ് ആണോ എന്ന് കൂടി നോക്കുക. താഴെ തന്നിരിക്കുന്നത് ഏത് ഉപകരണത്തിലാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമാക്കിയാണ് മാറ്റുന്നത്? ഏതായിരിക്കും വൈദ്യുതോർജ്ജം?
നമുക്കറിയാം അല്ലെ, ഫാനാണ് യാന്ത്രികോർജ്ജമാക്കി മാറ്റുന്നത്. താഴെ തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളെ സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കാൻ. ഭൗമ ഉപരിതലത്തിൽ എല്ലായിടത്തും ഗ്രാവിറ്റി മൂലമുള്ള ത്വരണം ഒരേപോലെയാണ്. ആണോ? അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂമധ്യരേഖയിൽ വരുമ്പോഴേക്കും അതേപോലെ തന്നെ ഭൂമിയുടെ കേന്ദ്രത്തിൽ എന്താണ്, അതേപോലെ ധ്രുവപ്രദേശങ്ങളിൽ എല്ലായിടത്തും വ്യത്യാസമുണ്ട്. വസ്തുവിന്റെ ഭാരം ഭൂമധ്യരേഖ പ്രദേശത്തുള്ളതിനേക്കാൾ കൂടുതലാണ് ധ്രുവപ്രദേശം. ശരിയാണ്. കാര്യം ഭൂമധ്യരേഖ പ്രദേശം ഏകദേശം 9.84 അതേപോലെ തന്നെ നമ്മുടെ ഇത് ധ്രുവപ്രദേശത്താണ്. ഭൂമധ്യരേഖ വരുമ്പോഴേക്കും 9.78 ജിയുടെ വാല്യൂ എന്ന് പറയുന്നത്. കോൺവെക്സ് ലെൻസിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെ വസ്തു വെച്ചപ്പോൾ ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെയായി യഥാർത്ഥ പ്രതിബിംബം ലഭിച്ചു. ഈ ലെൻസിന്റെ ഫോക്കസ് ദൂരം. ഇവിടെ ആൻസർ ഇല്ല കേട്ടോ. അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ലെൻസ് ആണ് ലെൻസിന്റെ സമവാക്യം എന്ന് പറയുന്നത് 1/f = 1/v - 1/u ആണ്. അല്ലെങ്കിൽ അതിനെ എങ്ങനെ പറയാം? uv/v - u എന്ന് പറയാം. u - v എന്ന് പറയാം. ഇതാണ് നമ്മുടെ എഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ u എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് u എന്ന് പറയുന്നത് വസ്തുവിന്റെ, v എന്ന് പറയുന്നത് എന്താണ്? പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും ഇതെന്താണ്? വസ്തുവിലേക്കുള്ള ദൂരവുമാണ്. അപ്പൊ u ഇവിടെ എത്രയാണ്? ലെൻസിന് മുന്നിൽ 10 സെന്റിമീറ്റർ അകലെയായിട്ട് വെച്ചു. അപ്പൊ u എന്ന് പറയുന്നത് ഇതാണ് u. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇതാണ് നമ്മുടെ ലെൻസ്. ഇതാണ് ലെൻസിന്റെ അല്ലെ പോള് വരുന്നത്. ലെൻസിന് മുന്നിലാണ് ഇവിടെ വെക്കുന്നത് എന്ത്? 10 സെന്റിമീറ്റർ അകലെയായിട്ട് എന്ത് വെച്ചു? വസ്തു വെച്ചു. ഇപ്പൊ നമുക്കറിയാം ഇതെന്താണ്? ഇങ്ങോട്ടേക്കാണ്. നമ്മൾ എപ്പോഴും ഇതിനെ ന്യൂ കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയും. നമ്മൾ ഓൾറെഡി ക്ലാസ് ചെയ്തിട്ടുണ്ട്. കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ ഐഡിയ കിട്ടും. ഇങ്ങോട്ടേക്കാണെങ്കിൽ അതിനെ നെഗറ്റീവ് ആയിട്ടാണ് പറയേണ്ടത്. അപ്പൊ u എന്ന് പറയുന്നത് ഇവിടെ -10 വരേണ്ടത്. അതേപോലെ തന്നെ എന്താണ്? ലെൻസിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെ യഥാർത്ഥ പ്രതിബിംബം ലഭിക്കണമെങ്കിൽ അത് ഇപ്പുറത്തായിരിക്കും. ഉണ്ടോ? അപ്പൊ v എന്ന് പറയുന്നത് 20 v പോസിറ്റീവ് ആണ്. v എന്ന് പറയുന്നത് 20 അപ്പൊ ഇവിടുത്തെ ആൻസർ എങ്ങനെ വരും? -10 × 20 ഡിവൈഡഡ് ബൈ, അടുത്ത് എങ്ങനെ വരും? ഡിനോമിനേറ്ററിൽ എങ്ങനെ വരും? -10 - 20 എന്ന് വരും. ആൻസർ വരേണ്ടത് 200 - 200 ബൈ -30 എന്ന് വരും. ഓക്കെ. അപ്പൊ 20/3 ഏകദേശം 6.6 ഇവിടുത്തെ ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ ഇല്ല. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ രൂപാന്തരമാണ്. ഫുട്ബോളിന്റെ ആകൃതിയിലുള്ളത് ഏതാണ്? ഫുള്ളറിൻ. ഫുട്ബോള് ഫുള്ളറിൻ. ഒരു മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോൺ വിന്യാസം 3s2 3p5 ആണെങ്കിൽ മൂലകത്തിന്റെ സംയോജകത എത്ര? സംയോജകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനുള്ള അതിന്റെ എണ്ണമാണ് എന്ത് പറയുന്നത്? സംയോജകത എന്ന് പറയുന്നത്. നമുക്കറിയാം എസിൽ അല്ലെ, SpDF പറയുമ്പോൾ നമുക്കറിയാം എസിൽ 2 ഇലക്ട്രോൺസ് ആണ്, പിയില് 6 ഇലക്ട്രോൺസ് ആണ് കൊള്ളേണ്ടത്. ഇവിടെ എത്രയുണ്ട്? 5 എണ്ണം ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഈ 5 എണ്ണത്തിന് വിട്ടുകൊടുക്കോ അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഇങ്ങോട്ട് മേടിക്കോ? നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കയ്യിൽ കൂടുതലുണ്ട്, ഇനി ഒരെണ്ണവും കൂടി കിട്ടിയാൽ മതി എനിക്കത് എൻ്റെ ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ആക്കാൻ. പക്ഷെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അയ്യോ എനിക്ക് ആ ഒരെണ്ണം കിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മളെ 5 എണ്ണത്തിന് വിട്ടുകൊടുക്കല്ല. ആ ഒരെണ്ണം എവിടെന്നെങ്കിലും ഒപ്പിക്കാനേ നോക്കുകയുള്ളൂ. അപ്പൊ എന്താണ് ഇവിടെ? 1 ആണ് ഇവിടുത്തെ സംയോജകത എന്ന് പറയുന്നത്. താഴെ തന്നിരിക്കുന്ന അയിരുകളിൽ സൾഫൈഡ് അയിരുകളാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. നമ്മൾ പറഞ്ഞു എന്താണ് പ്ലവന പ്രക്രിയ? സിങ്ക് സൾഫൈഡ് ഓസിനാണ്, സൾഫൈഡ് അയിരുകൾക്കാണ് സിങ്ക് ബ്ലെൻഡ് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിച്ചതാണ് എന്ത്? സിങ്ക് ബ്ലെൻഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക. ആരാണ് ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക കണ്ടുപിടിച്ചത്? അത് റുദർഫോർഡ് ആണ്. റുദർഫോർഡ്. കലാമിന് ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. പീരിയോഡിക് ടേബിൾ അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ 18ാം ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് അലസവാതകങ്ങൾ അഥവാ ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയുന്നത്. ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഏകാറ്റോമിക തന്മാത്ര. ഏകാറ്റോമിക തന്മാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹീലിയം ആണ്. അതായത് ഇതൊക്കെ നമ്മൾ H2 അതേപോലെ Cl2 ഇത് O2 എന്നൊക്കെയാണ് എഴുതുന്നത്. ഇത് മാത്രമാണ് He എന്ന് എഴുതുന്നത്. അപ്പൊ ഹീലിയം. LPGയിലെ മുഖ്യ ഘടകം. LPG എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടില്? നമ്മുടെ വീടിന്റെ ബ്യൂട്ടി കൂട്ടാൻ. അപ്പൊ ഏതാണ്? ബ്യൂട്ടേൻ ആണ്. ശബ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് എന്ത്? ശബ്ദം. ഡെസിബൽ. ഊർജത്തിന്റെ യൂണിറ്റ് ഏതാണ്? ജൂൾ. ഒരു സദിശ അളവിന് ഉദാഹരണമാണ്. സദിശ അളവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? അതിനോടൊപ്പം ദിശയും കൂടി നമ്മൾ പറഞ്ഞാലേ അത് പൂർണ്ണമാകുള്ളൂ. സദിശ അളവിന് ഉദാഹരണം എന്ന് പറയുന്നത്
ത്വരണമാണ്, ത്വരണം. കടൽക്കാറ്റുണ്ടാകുന്നതിന് കാരണമാകുന്ന പ്രക്രിയ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കരക്കാറ്റും കടൽക്കാറ്റും സംവഹനം. ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരവും എന്താണ്, ദർപ്പണത്തിന്റെ വക്രത ആരവും തമ്മിലുള്ള ഇക്വേഷൻ എന്താണ്, ഏതാണ് വരുന്നത്, F=R/2. നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന R=2F എന്ന് പറഞ്ഞ് പഠിക്കില്ല. അപ്പൊ F=R/2 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അന്തർവാഹിനികളുടെ നിർമ്മാണം ഏതാണ്, ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ ആണ്. ഓക്കെ, പാസ്കൽ നിയമം എന്തൊക്കെയായിരുന്നു, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് ലിഫ്റ്റ്, മണ്ണുമാന്തി യന്ത്രം, ഫ്ലഷ് ടാങ്ക് ഒക്കെ പാസ്കൽ നിയമമാണ്. അതേപോലെ എന്തായിരുന്നു, ത്രാസ് എന്തായിരുന്നു, ഹുക്സ് നിയമമാണ്. UV തരംഗം ഒരു ലോഹപ്രതലത്തിൽ വന്ന് പതിക്കുമ്പോൾ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നില്ല എങ്കിൽ ഏത് തരംഗം പതിച്ചാലാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം സംഭവിക്കുന്നത്, ഏതാണ് അത്, എക്സ്റേ ആണ്, എക്സ്റേ. താഴെ പറയുന്നവയിൽ നീളത്തിന്റെ ഏറ്റവും വലിയ യൂണിറ്റ്, ഏറ്റവും വലുതാണ് ചോദിച്ചിരിക്കുന്നത്, അത് ഏതാണ്, പാർസെക് ആണ്, പാർസെക്. ഓക്കെ, ഏറ്റവും ചെറുത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫെർമി ആണ്. നമുക്ക് തന്നിരിക്കുന്നതിൽ ചെറുത്, അതായത് ഫെർമി എന്ന് പറയുന്നത് ശരിക്കും എന്താണ്, 10⁻⁻15 മീറ്ററിനെയാണ് നമ്മൾ ഫെർമി എന്ന് പറയുന്നത്. ഇനി ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെങ്കിലും അത് 1.496 × 10⁻11 ആണ്. അതേപോലെ പാർസെക്ക് പറയുന്നത് ശരിക്കും 3.0806 × 10⁻16 ആണ്. ഈ പ്രകാശവർഷം എന്ന് പറയുന്നത്, അതായത് ഒരു പാർസെക്ക് എന്ന് പറയുന്നത് ഏകദേശം 3.26 പ്രകാശവർഷം കൂടിച്ചേരുന്നതിനാണ് നമ്മൾ ഒരു പാർസെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും വലുത് എന്തായിരിക്കും, പാർസെക്ക് ആയിരിക്കും. ഒരു മോട്ടോർ ഉപയോഗിച്ച് 120 മീറ്റർ ആഴമുള്ള ഒരു കിണറിന് 5 മിനിറ്റ് കൊണ്ട് 400 കിലോഗ്രാം ജലം പമ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ മോട്ടറിന്റെ പവർ എത്ര, പവർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, പവർ എന്ന് പറഞ്ഞാൽ വർക്ക് ബൈ ടൈം ആണ്. വർക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ അറിയാം, mgh ആണ് ഇവിടെ വേണ്ടത്, ഡിവൈഡ് ബൈ t. മാസ് ഇവിടെ എത്രയാ പറഞ്ഞിരിക്കുന്നത്, എത്ര കിലോ ആണ് പറഞ്ഞിരിക്കുന്നത്, 400 കിലോഗ്രാം. ജി ഇവിടെ എത്രയാക്കി എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്, 10. ഓക്കെ, എത്രയാണ് ഇവിടുത്തെ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത്, 120 മീറ്റർ. അപ്പൊ ഇവിടെ 120 വരും, ഡിവൈഡഡ് ബൈ, ഇവിടെ ടൈം പറഞ്ഞിരിക്കുന്നത് 5 മിനിറ്റ് ആണ് അല്ലെ, ഇവിടെ എല്ലാം സെക്കൻഡ്, മീറ്റർ പെർ സെക്കൻഡ് ഒക്കെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, 5 × 60 സെക്കൻഡിലോട്ട് മാറ്റണം. ആൻസർ വരേണ്ടത് 1600 വാട്ടാണ്. എത്രയാണ് മോട്ടറിന്റെ പവർ എന്ന് പറഞ്ഞാൽ 1600 വാട്ടാണ്. ഒരു ഏകാത്മക മിശ്രിതത്തിന് ഉദാഹരണമാണ് എന്ത്, ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതമാണ് അല്ലെ. ഒരു വാതകത്തിനെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം, ദ്രാവകത്തിനെ നമുക്ക് വാതകമാക്കണമെങ്കിൽ എന്തായിരിക്കണം ചെയ്യേണ്ടത്, മർദ്ദം നന്നായിട്ട് കൂട്ടണം. മർദ്ദം കൂട്ടി ഊഷ്മാവ് കുറയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആണ് ഇത്, ഇനിയും ചോദിച്ചിട്ടുണ്ട്. മർദ്ദം കൂട്ടി ഊഷ്മാവ് കുറച്ചാൽ മതി. സ്വർണ്ണാഭരണം, പഞ്ചസാര, ഉപ്പുവെള്ളം എന്നിവ യഥാക്രമം ഏതെല്ലാം വിഭാഗം, സ്വർണ്ണാഭരണം എന്താണ്, സ്വർണ്ണാഭരണം എന്ന് പറയുന്ന ഒരു മിശ്രിതമാണ്. പഞ്ചസാര എന്ന് പറയുന്ന ഒരു സംയുക്തമാണ്. ഉപ്പുവെള്ളം എന്ന് പറയുന്നതും എന്താണ്, ഒരു മിശ്രിതമാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നിത്യവും ഉപയോഗിക്കുന്ന സോപ്പിൽ 2ാം ഗ്രേഡ് സോപ്പിന്റെ TFM എത്രയിൽ കൂടുതലായിരിക്കും, സെക്കൻഡ് ഗ്രേഡ് സോപ്പ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം, 70% കൂടുതലായിരിക്കണം. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളുടെ പേരും അവയുടെ ചാർജും തന്നിരിക്കുന്നു. ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്താൻ. ഇലക്ട്രോണ് നെഗറ്റീവ് ചാർജ് ആണ്. ഓക്കെ, ശരിയാണ്. പ്രോട്ടോണിന് ചാർജ് ഇല്ലെന്നാണോ, അല്ല, പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇതാണ് ശരി. ന്യൂട്രോണ് നെഗറ്റീവ് ചാർജ്, ന്യൂട്രോണിനാണ് എന്തില്ലാത്തത്, ചാർജ് ഇല്ലാത്തത്. അപ്പൊ ആൻസർ ഏതാണ്, 1, 3 ആണ് ശരി, ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ, സിങ്ക്. അഷ്ടക നിയമമാണ്, അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്, നമ്മൾ എങ്ങനെയാ പറയുക, ന്യൂലാൻഡ്സ് ഒക്ടേസ് എന്നാ പറയുന്നത്. ഡോബറേനിയൻ ട്രേഡ്സ്, ഡോബറേനറിന്റെ നിയമങ്ങൾ ഏതാണ്, അത് ത്രികങ്ങളാണ്. ഡോബറേനർ ട്രേഡ്സ് എന്ന് പറയും. ന്യൂലാൻഡ്സിന്റെ ഒക്ടേസ് നിയമം എന്ന് പറയും, അതായത് അഷ്ടക നിയമം ന്യൂലാൻഡ്സിന്റേതാണ്. മോസ്ലി ആരാണ്, ആധുനിക പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ്, ഹെൻറി മോസ്ലി. മെൻഡലീയേവ് ആരാണ്, പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മെൻഡലീയേവ് ആണ്. ഇദ്ദേഹം ആറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ വർഗീകരിച്ചത്. മോസ്ലി ആണെങ്കിലും ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലും. ജലത്തിന്റെ ഘടകമൂലകങ്ങൾ, ജലം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ എഴുതുന്നത്, H2O. അപ്പോൾ അവിടെ എന്തൊക്കെ വരുന്നുണ്ട്, ഹൈഡ്രജനും ഓക്സിജനും വരുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം നേരത്തെ പറഞ്ഞതാണ്, വ്യക്തമായിട്ട് വിശദീകരിച്ച് പറഞ്ഞതാണ്. ഇവിടുത്തെ തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം
PVC ആണ്. PVC തെർമോപ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ അറിയാം എന്താണ്, ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും അതിന് ഉപയോഗിക്കാൻ പറ്റും, രൂപമാറ്റം വരുത്താം. മറ്റേത് എന്താണ്, തെർമോസെറ്റിംഗ് ആണ്. ബേക്കലൈറ്റ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ബേക്കലൈറ്റ് ആണ്. അതായത് എന്താണ്, ചൂടാക്കി കഴിഞ്ഞാൽ അത് സെറ്റ് ആയിപ്പോയി, പിന്നെ അതിനെ മാറ്റാൻ പറ്റില്ല, അപ്പൊ അത് തെർമോസെറ്റിംഗ് ആണ്. ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയുന്നതിന് ഏത് താപപ്രസരണത്തിനുള്ള ഉദാഹരണമാണ്? ഏതാണ്? വികിരണം അല്ലെ, വികിരണമാണ് അവിടെ. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷത അല്ലാത്തത്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബം അല്ലെ, ശരിയാണ്. കാര്യം നമ്മൾ പോയി കണ്ണാടി മുമ്പിൽ നിന്ന് നമ്മുടെ അതേ വലിപ്പത്തിലുള്ള പ്രതിബിംബമാണ് നമ്മൾ കാണുന്നത്. പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും, തെറ്റാണ്. അപ്പൊ നമുക്ക് ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. നമുക്ക് വേണ്ട എന്താണ്, സവിശേഷത അല്ലാത്തത്. അപ്പൊ രണ്ടുള്ളത് പരിഗണിക്കുക, ബാക്കിയുള്ളത് അങ്ങ് വെട്ടിക്കളയുക. ഇനി ഒന്ന് ശരിയാണെന്ന് മനസ്സിലായില്ല, അപ്പൊ ഒന്നും രണ്ടും അല്ല, ഇതുമല്ല. ഇനി അടുത്ത് നോക്കാം. പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഇതാണ് ശരി വരേണ്ടത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ. സോറി, ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നമുക്ക് വേണ്ടത് എന്താണ്, സവിശേഷത അല്ലാത്തതല്ലേ. അപ്പൊ ഇത് രണ്ടുമാണ് സവിശേഷത അല്ലാത്തതായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓക്കെ. ചന്ദ്രൻ ഒരു തവണ ഭ്രമണം ചെയ്യാൻ വേണ്ട സമയമാണ് 27:1/3. പെൻസിൽ കോമ്പസിൽ ഘടിപ്പിച്ച് വൃത്തം വരയ്ക്കുമ്പോൾ പെൻസിലിന്റെ ചലനം എന്തായിരിക്കും? വർത്തുള ചലനമാണ് അല്ലെ. ഇങ്ങനെയല്ലേ കറങ്ങണത്, വർത്തുള ചലനമാണ്. ഏറ്റവും കൂടുതൽ ഊർജമുള്ള വെള്ളത്തിന്റെ അവസ്ഥയാണിത്, നീരാവി അല്ലെ. നീരാവിക്ക് നമുക്കറിയാം ജലമാവുമ്പോഴെന്താണ്, ഐസ് ആവുമ്പോൾ അതെല്ലാം ക്ലോസ്ലി പാക്ഡ് ആണ്, അതിലെ ഓരോ തന്മാത്രകളും. അപ്പൊ എന്താണ്, അവയ്ക്ക് അത്ര ഊർജ്ജമില്ല. പക്ഷെ ജലമാവുമ്പോഴേക്കും എത്ര കൊണ്ട് ഊർജ്ജമുണ്ട്, നീരാവിയാണെങ്കിൽ ഊർജ്ജം വളരെ കൂടുതലായിരിക്കും. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് എന്നാണ്? 14 ജൂലൈ 2023 ലാൻഡ് ചെയ്ത് എന്നാണ്? ഓഗസ്റ്റ് 23. ഓഗസ്റ്റ് 23ന്റെ പ്രത്യേകത എന്താണ്? അത് ബഹിരാകാശ ദിനമാണ്. ഏതിന്റെ അയിരാണ് കലാമിൻ സിംഗ്? മൂലകങ്ങളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പട്ടിക പരിശോധിച്ച് ശരിയായ ജോഡി. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്താണ്? ത്രികങ്ങൾ ഡോബറേനിയർ ട്രേഡ്സ്, അഷ്ടകങ്ങൾ ന്യൂലാൻഡ്സിന്റെ ഒക്ടേസ്. അതേപോലെ ആറ്റോമിക ഭാരം അടിസ്ഥാനമാക്കിയിട്ട് ആരായിരുന്നു? ആറ്റോമിക ഭാരമാണെങ്കിൽ അത് മെൻഡലിയവും, ആറ്റോമിക നമ്പർ ആണെങ്കിൽ അത് മോസ്ലിയുമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ സി. 1 4 ആണ്, 2 3 ആണ്, 3 1 ആണ്, 4 2 ആണ്. ഓക്കെ അല്ലേ? ഒരു ടെസ്റ്റ് ട്യൂബിൽ നിന്നും പുറത്തു വരുന്ന വാതകത്തിന് നേരെ എരിയുന്ന തീക്കൊള്ളി കാണിച്ചപ്പോൾ തീക്കൊള്ളി അണയുകയും വാതകം ശബ്ദത്തോടെ കത്തുകയും ചെയ്തു. ഇത് ഏത് വാതകമായിരിക്കും? അത് ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജൻ. ഓക്കെ. ചില ആസിഡുകളുടെ ഉപയോഗങ്ങൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ തെറ്റായ ജോഡി. സൾഫ്യൂരിക് ആസിഡ് സ്റ്റോറേജ് ബാറ്ററി നമ്മൾ പഠിക്കുന്നതാണ്. ടാനിക് ആസിഡ് മഷി തുകൽ എന്നിവയുടെ നിർമ്മാണം. സിട്രിക് ആസിഡ് ഭക്ഷ്യവസ്തുക്കൾ. അസിറ്റിക് ആസിഡ് രാസവളങ്ങളുടെ നിർമ്മാണം. അതാണ് ഇവിടെ തെറ്റായിട്ട് പറഞ്ഞത്. സോണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗങ്ങളാണ് എന്ത്? സോണാറിൽ അൾട്രാസോണിക് വേവ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അൾട്രാസോണിക്. ഭൂകമ്പ തരംഗങ്ങൾ എന്താണ്? ഇൻഫ്രാസോണിക് ആണ്. പഠിച്ചു വെക്കുക. ഒരു വസ്തുവിന്റെ സ്ഥാനം മൂലം, സ്ഥാനമാണ് ചോദിച്ചിരിക്കുന്നത്, സ്ഥാനം മൂലം ലഭ്യമാകുന്ന എന്തായിരിക്കും? സ്ഥിതികോർജം. ചലനം മൂലമാണെങ്കിൽ ഗതികോർജം. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരാണെന്ത്? പ്രകീർണനം. താഴെ പറയുന്നതിൽ ഊഷ്മാവിന്റെ യൂണിറ്റ് അല്ലാത്തത്. സെൽഷ്യസ്, കെൽവിൻ, ഫാരൻഹീറ്റ് എല്ലാം ഊഷ്മാവിൻ്റെതാണ്. അല്ലാത്തത് പറയുമ്പോൾ പാസ്കൽ ആണ് അല്ലാത്തത് പറയുന്നത്. ഒരു വസ്തുവിനെ യൂണിറ്റ് സമയത്തിലുണ്ടാവുന്ന സ്ഥാനാന്തരം, ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടാവുന്ന സ്ഥാനാന്തരത്തെ പറയുന്ന പേരാണ് പ്രവേഗം എന്നുള്ളത്. ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമായ ന്യൂട്രോണിനെ കണ്ടെത്തിയത് എങ്ങനെയാണ്? പെൻ RTC അല്ലെ. പ്രോട്ടോൺ റുദർഫോർഡ്, ഇലക്ട്രോൺ JJ തോംസൺ, ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. സി. അപ്പൊ ആരാണ്? ഓപ്ഷൻ സി, ജെയിംസ് ചാഡ്വിക് ആണ്. അയിരുകളെയും ധാതുക്കളെയും സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എല്ലാ അയിരുകളും ധാതുക്കളാണ്. ശരിയാണ്. എല്ലാ ധാതുക്കളും അയിരുകളല്ല. ശരിയാണ് അല്ലെ. നമുക്കറിയാം എന്താണ് അയിരായിരിക്കേണ്ട കുറെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഒരു മൂലകത്തിന് നമ്മൾ അയിരായിട്ട്, ഇതൊക്കെ നമ്മുടെ കെമിസ്ട്രിയുടെ ക്ലാസ്സിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്ന് കയറി കാണുക, ഉപകാരപ്പെടും നിങ്ങൾക്ക് പരീക്ഷകളിൽ.
പരസ്പര ബന്ധമില്ലാത്ത, സോറി ഇപ്പോഴത്തെ ആൻസർ ഏതാണ്? 1ഉം 2ഉം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. പരസ്പര ബന്ധമില്ലാത്തത് സോഡിയം ആൽക്കലി ലോഹമാണ്, ശരിയാണ്. കാൽസ്യം സംക്രമണ ലോഹം. സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെ മുതൽ എവിടം വരെയാണ്? 3 മുതൽ 12 വരെയുള്ള ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം കാൽസ്യം എന്ന് പറയുന്നത് സെക്കൻഡ് ഗ്രൂപ്പ് മൂലകമാണ്. അപ്പൊ ഇനി അലൂമിനിയം ബോറോൺ കുടുംബം. ഓക്കെ, ക്ലോറിൻ എന്താണ്? ഉത്കൃഷ്ടവാതകം. ക്ലോറിൻ ഉത്കൃഷ്ടവാതകമല്ല, ക്ലോറിൻ എന്ന് പറയുന്നത് 17ആം ഗ്രൂപ്പ് മൂലകമാണ്. ക്ലോറിൻ, ഫ്ലൂറിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ശരിയല്ലാത്ത വരുമ്പോഴേക്കും 2ഉം 4ഉമാണ് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഒരു ജലതന്മാത്രയിലെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള ആറ്റോമിക മാസിലുള്ള അനുപാതം. ഹൈഡ്രജന്റെ ആറ്റോമിക മാസ് 1ഉം ഓക്സിജന്റെ ഏതാണ് നമ്മൾ പറയുന്നത്? 8ഉമാണ്. അപ്പൊ നമുക്കറിയാം H2O, ഓക്സിജന്റെ ആറ്റോമിക മാസ് 16ആണ്. H2O എന്നല്ലേ പറയുന്നത്. അപ്പൊ 2:16 എന്ന് വരും. അതിന് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 1:8 എന്ന് വരും. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. പഞ്ചസാരയിലെ ഘടക മൂലകങ്ങളാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. C6H12O6. മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിയുടെ താഴ്ന്ന പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെ. അപ്പൊ ആൻസർ ഏതാണ്? 20 ഹെർട്സ്. പ്രവൃത്തിയുടെ യൂണിറ്റ് ആണ് എന്ത്? ജൂൾ. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. തന്മാത്രകളുടെ സ്ഥാനമാറ്റമാണ് ഏതാണ്? സംവഹനമാണ്. വസ്തു ഒരു തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഓക്കെ, വസ്തു ഒരു ആണ് നമ്മൾ ഊഞ്ഞാലൊക്കെ പറയുന്നത്. ഒരു തുലന സ്ഥാനം ഉണ്ടാകും, അവിടെ നിന്നാണ് മുന്നോട്ടും പിറകോട്ടും സഞ്ചരിക്കുന്നതിന്. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽ പെടാത്തതേത്? സൗരോർജം, കാറ്റ്, തിരമാല, കൽക്കരി. ഇവയെല്ലാം എന്താണ്? പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സാണ്. കൽക്കരി എന്താണ്? ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ്. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ഏതാണ്? മണ്ണിലെ ജൈവാംശം പരിശോധിക്കാനാണ്. ഒരു വസ്തു എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? എല്ലാ നിറങ്ങളെയും പ്രതിഫലിപ്പിക്കണമെങ്കിൽ അത് വെളുപ്പായിരിക്കും. എല്ലാ നിറങ്ങളെയും ആഗിരണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും? അത് കറുപ്പായിരിക്കും. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യും. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞത്? സെറ്റായി പോകും. അപ്പൊ അതെന്താണ്? തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക് ആണ്. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം താഴെ തന്നിരിക്കുന്നു. ഏത് മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? കുമ്മായം എന്ന് പറയുന്നത് ഒരു ആൽക്കലൈൻ കണ്ടന്റ് ആണ്. അപ്പൊ എന്തിലായിരിക്കണം? അസിഡിറ്റി കൂടുതലുള്ളതിലായിരിക്കണം നമ്മൾ ആൽക്കലി ചേർക്കേണ്ടത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. കാര്യം 7ൽ കൂടുതലാണെങ്കിൽ ആൽക്കലിയും 7ൽ കുറവാണെങ്കിൽ അതെന്താണ്? ആസിഡുമാണ്. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെ കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന. വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്, ശരിയാണ്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും, തെറ്റാണ്. അതെന്താണ്? മിഥ്യാ പ്രതിബിംബമാണ്. അപ്പൊ ഏതാണ്? 1ഉം 2ഉമാണ് ശരി വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഒരു വസ്തു ഒരു തുലന സ്ഥലത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം, ശരിയാണ്. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര പാതയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. അതൊക്കെ വായിക്കുമ്പോഴത്തേനും നമുക്കറിയാം അല്ലെ? അതെന്താണ്? തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? 1ഉം 2ഉമാണ് ശരി വരുന്നത്. 2021 ജൂലൈയിൽ ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തിയാണ് ആര്? വാലി ഫങ്ക്. ഗ്യാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗ്യാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഏതിൻ്റെതാണ്? വ്യാഴം. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? എഫ് എന്ന് പറയുന്നത് r/2 ആണ്. അപ്പോൾ എത്ര വരും? 10 സെന്റിമീറ്റർ. പുതിയതായി കണ്ടുപിടിച്ച ആറ്റോമിക് നമ്പർ 118 മൂലകത്തിന്റെ പേരാണെന്ത്? ഒഗനേസൻ ആണ് 118 എന്ന് പറയുന്നത്. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗങ്ങളാണ് ഏത്? അൾട്രാ വയലറ്റ് തരംഗങ്ങൾ. അൾട്രാ വയലറ്റ് തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്കറിയാം നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഫിൽറ്റർ ടാങ്കിലൊക്കെ ഉണ്ടാകും UV റേസ് എന്നൊക്കെ പറഞ്ഞുണ്ടാകും. എന്താണ്? അൾട്രാ വയലറ്റ് തരംഗങ്ങളാണ്.
ചന്ദ്രയാൻ 3യിലെ വിക്രം ലാൻഡറും പ്രഗ്യാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയാണ്? 14 ഭൗമദിനങ്ങളാണ്. ഏത് മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? എന്തിനാണ്? ഭൗതിക ശാസ്ത്രമാണ്, ഇലക്ട്രോ ഡൈനാമിക്സ് ആണ്. ഇലക്ട്രോ ഡൈനാമിക്സിൽ എന്താണ്? പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് പൾസിന് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പ്രകാശവുമായിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ഇത് തന്നെയായിരുന്നു. 2027 ഭൗതികശാസ്ത്ര പുരസ്കാരം എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ഓപ്ഷൻ തന്നിരുന്നത് പ്രകാശം എന്നാണ്. അതായത് ഇലക്ട്രോൺ ഡൈനാമിക്സിൽ പ്രകാശത്തിന്റെ ആറ്റോ സെക്കൻഡ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ ആൻസർ വന്നത്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, മർദ്ദം കൂട്ടി ഊഷ്മാവ് കുറയ്ക്കണം. അപ്പൊ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജിയ എന്തൊക്കെയാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. അപ്പൊ ഏത് വരും? ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. പൂർതിലായനി അല്ലാത്ത ഉപ്പുവെള്ളം എന്താണ്? ഉപ്പുവെള്ളം എന്ന് പറയുന്നത് ഒരു ഏകാത്മക മിശ്രിതമാണ്. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് എന്തിനാണ്? ക്വാണ്ടം ഡോട്ട്സിനാണ്. ക്വാണ്ടം ഡോട്ടുകളുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകമാണ് എന്ത്? കാൽഷ്യം ഓക്സൈഡ്, CaO. ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഭാരത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? അത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ. 25 സെന്റിമീറ്റർ ഫോക്കൽ ദൂരമുള്ള ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എത്ര? പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ P = 1/f ആണ്. ഈ എഫ് നമ്മൾ ശ്രദ്ധിക്കുക, എഫിന് ഇവിടെ എന്താണ്? മീറ്റർ ആണ്. അല്ലെങ്കിൽ എന്തായിരിക്കണം? P = 100/f എന്ത് വരും? സെന്റിമീറ്റർ ആണ്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഫോക്കൽ ദൂരം തന്നിട്ടുണ്ട്, എഫ് തന്നിട്ടുണ്ട്. അത് എന്തിലാ പറഞ്ഞിരിക്കുന്നത്? സെന്റിമീറ്ററിൽ. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് P = 100/25. അതായത് 4 ഡയോപ്റ്റർ ആണ് ഫോക്കൽ ലെൻസിന്റെ പവർ. ഇവിടെ നിങ്ങൾക്ക് അതേപോലെ തന്നെ ചിലപ്പോൾ തരുന്നത് ഇങ്ങനെയായിരിക്കും, +4 -4 എന്ന് പറഞ്ഞു തരും. അപ്പൊ അറിയുക, കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് പോസിറ്റീവും അതേപോലെ കോൺകേവ് ആണെങ്കിൽ അത് നെഗറ്റീവുമായിരിക്കും. കോൺകേവ് നെഗറ്റീവ്, വെക്സ് പോസിറ്റീവ് ആണ്. ഒരു കുതിരശക്തി 1 ഹോഴ്സ് പവർ എന്നത് എത്രയാണ്? 746 വാട്ടിനെയാണ് നമ്മൾ ഒരു കുതിരശക്തി എന്ന് പറയുന്നത്. ഹൈഡ്രജൻ കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? സോമനാഥ് മാറി. ഇപ്പൊ ആരാണ് നിലവിൽ വരുന്നത്? വി നാരായണനാണ് നിലവിലെ ISROയുടെ ചെയർമാൻ. ചന്ദ്രയാൻ 3 ദൗത്യത്തിന്റെ ഭാഗമായ റോവറിന്റെ പേരെന്താണ്? പ്രഗ്യാൻ. ശുദ്ധജലത്തിന്റെ pH മൂല്യം എത്ര? ശുദ്ധജലത്തിന്റെ pH മൂല്യം എന്ന് പറയുന്നത് 7 ആണ്. ആറ്റത്തിന്റെ സൗരയുധ മാതൃക ആയതാണ്? റുദർഫോർഡ്. കലാമിൻ, സിങ്ക്, ഉത്കൃഷ്ടവാതകങ്ങൾ ആധുനിക പീരിയോഡിക് ടേബിളിന്റെ ഏത് ഗ്രൂപ്പിൽ പെടുന്നു? ഏതാണ്? 18ാം ഗ്രൂപ്പിൽ പെടുന്നു. താഴെ കൊടുത്തിട്ടുള്ള ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്? ജ്വലനത്തിന് ഉപയോഗിക്കുന്നതിന്റെ റോക്കറ്റുകൾ, ഇന്ധനങ്ങളിൽ, ഓക്സികാരിയായിട്ട്, കൃത്രിമ ശ്വസനത്തിന്, ബ്ലീച്ചിങ് പൗഡർ നിർമ്മാണത്തിനാണ് ഓക്സിജന്റെ ഉപയോഗങ്ങളിൽ പെടാത്തത്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് കാർമോയിസിൻ. പഠിച്ചു വെക്കുക. നമ്മൾ സാധാരണ എർത്രോസിൻ പഠിക്കാറുണ്ട്, അതേപോലെ പഠിക്കേണ്ടതാണ് കാർമോയിസിൻ. അതിനെയാണ് നമ്മൾ ഫുഡ് റെഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്, ഈ പറയുന്ന കാർമോസിനെയാണ്. ഒരു വസ്തു സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം അറിയപ്പെടുന്ന പേരാണ് എന്താണ്? ഭ്രമണം. അല്ലെ? അച്ചുതണ്ടിൽ ഭൂമി സ്വന്തം അച്ചുതണ്ടിലാണ് ചരിക്കുന്നത്, അതിനെ എന്താണ് പറയുന്നത്? ഭ്രമണം. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? രാകേഷ് ശർമ്മ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതിക്കുണ്ടാവുന്ന വ്യതിയാനമാണ് അപവർത്തനം. ചുവടെ നൽകിയിരിക്കുന്നതിൽ താപപ്രേക്ഷണ രീതിയിൽ ഉൾപ്പെടാത്തത് നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? സംവഹനമുണ്ട്, വികിരണമുണ്ട്, ചാലനമുണ്ട്. ഉൾപ്പെടാത്ത എന്താണ്? ബാഷ്പീകരണം. അപ്പൊ ആൻസർ വരേണ്ടത് ഏതാണ്? ബാഷ്പീകരണമാണ്. പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിന് ഉദാഹരണം? പാരമ്പര്യമല്ല ചോദിച്ചിരിക്കുന്ന, ഇതരമാണ്. ഏതാണ്? കാറ്റ്, തിരമാല. അല്ലെ? കാറ്റും തിരമാലയൊക്കെ പാരമ്പര്യ ഇതരമല്ലേ? പെട്രോളും കൽക്കരിയൊക്കെ നമുക്ക് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് കിട്ടുന്നതാണ്. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ ആണ്. ഏത് താപനിലയിലാണ് സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമായിരിക്കുന്നത്?
അതായത് -40 ഫാരൻഹീറ്റും സെൽഷ്യസും തുല്യമാകുന്നത്. എങ്കിൽ ചോദിക്കാറുണ്ട് ഫാരൻഹീറ്റും കെൽവിനും തുല്യമാകുന്നത് 574.25 -40 എന്നുള്ളത് ഓർത്ത് വെക്കുക. എന്താണ്? സെന്റിഗ്രേഡും ഫാരൻഹീറ്റും. ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റിൽ സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? അത് പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമായിരിക്കും. പ്രകാശ തീവ്രതയ്ക്ക് ആനുപാതികമാണ്. ഒരു വൈദ്യുത കാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് സ്ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റമില്ലാത്തത് എല്ലായ്പ്പോഴും എന്തിനായിരിക്കും? ആവൃത്തിക്കാണ് മാറ്റം വരാതെ നിൽക്കുന്നത്. ചന്ദ്രയാൻ 3യുടെ റോവർ താഴെ പറയുന്നതിൽ ഏതിന്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിച്ചത്? അത് ഓക്സിജന്റെയും ഉണ്ട്, സൾഫറിന്റെയും ഉണ്ട്. അതായത് ഓപ്ഷൻ ഡി, എയും സിയുമാണ്. അക്വാറീജിയ നമ്മൾ പറഞ്ഞു ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡുമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് നൈട്രിക് ആസിഡിന്റെ സംയുക്തമാണ് അക്വാറീജിയ. ഹൈഡ്രോക്ലോറിക് ആസിഡ് 3%, 3:1 ആണ്. വാഷിംഗ് സോഡയുടെ രാസസൂത്രം Na2CO3 10H2 എന്നുള്ളതാണ് വാഷിംഗ് സോഡ. സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് ഇത്? അലൂമിനിയം. ദ്രവ്യത്തിന്റെ ആറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ആറ്റോമിക സിദ്ധാന്തം അത് ജോൺ ഡാൾട്ടൺ. ജോൺ ഡാൾട്ടന്റേതാണ് ആറ്റോമിക സിദ്ധാന്തം. വായു മലിനീകരണം നിയന്ത്രിക്കുന്നതിനായി 2020 ഏപ്രിൽ മുതൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ എമിഷൻ സ്റ്റാൻഡേർഡ് ഏതാണ്? BS6 ആണ്. താപനില കൂടുമ്പോൾ ഒരു ദ്രാവകത്തിന്റെ വിസ്കോസിറ്റി, താപനില കൂടുന്നതിനനുസരിച്ച് വിസ്കോസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായത് ഏതാണ്? W=PT. വർക്ക് എന്ന് പറയുന്നത് എന്താണ്? പവർ ഇൻറ്റു ടൈം ആണ് വർക്ക് എന്ന് പറയുന്നത്. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ പവറിനെ സമയം കൊണ്ട് ഗുണിക്കുന്നതാണ്. ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ്? ഡിജിഡോഗ് അമേരിക്കയുടേതാണ്. 50 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 4.5 കിലോഗ്രാം മാസുള്ള ഒരു കല്ലും 25 മീറ്റർ പൊക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരുമിച്ച് താഴേക്കിടുന്നു. ഏത് കല്ലായിരിക്കും ആദ്യം എത്തുക? ഇവിടെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വായുവിന്റെ പ്രതിരോധം അവഗണിക്കുക. വായുവിന്റെ പ്രതിരോധം ഇല്ലെങ്കിൽ അവിടെ കൂടി നമ്മൾ ഒരു കോയിൻ ഇട്ടാലും ഒരു തൂവാല ഇട്ടാലും എന്താണ്? ഒരേ സമയത്തെ താഴെ എത്തുള്ളൂ. ഓക്കെ, എന്താണ്? രണ്ടും ഒരുമിച്ചാണ്. ഇന്ത്യയുടെ റോക്കറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ആരാണ്? ഋതു കരിതാലാണ്. ആരാണ് റോക്കറ്റ് മാൻ എന്നറിയപ്പെടുന്നത്? കെ ശിവനാണ് റോക്കറ്റ് മാൻ. അതേപോലെ മിസൈൽ മാൻ ആണെങ്കിലോ അത് APJ അബ്ദുൽ കലാമിനെയാണ് മിസൈൽ മാൻ എന്നറിയപ്പെടുന്നത്. മിസൈൽ വുമൺ ആണെങ്കിലോ അത് ടെസി തോമസ് ആണ്. ആനോഡൈസിങ് എന്ന പ്രക്രിയ ഏത് ലോഹത്തിന്റെ സംരക്ഷണത്തിനാണ്? അലൂമിനിയം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ആനോഡൈസിങ്. താഴെ പറയുന്നവയിൽ ഏത് pH മൂല്യത്തിലാണ് കാൽസ്യം ഹൈഡ്രോക്സി ആപ്പറ്റേറ്റ് നാശത്തിന് വിധേയമാകുന്നത്? അത് അസിഡിറ്റി വരുമ്പോഴാണ്. അപ്പൊ ഏതാണ്? അസിഡിക് നേച്ചർ വരുന്നത് <5.5 ആവർത്തന പട്ടികയിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ മൂലകങ്ങളുടെ രാസഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൂലകങ്ങളുടെ അലോഹ സ്വഭാവം കൂടുന്നു, വാലൻസ് ഇലക്ട്രോണുകളുടെ എണ്ണം കൂടുന്നു. ഓക്കെ, ഇനി എന്താണ്? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവുകൾ കൂടുന്നു. അതേപോലെ തന്നെ എന്താണ്? മൂലകങ്ങളുടെ ഓക്സൈഡുകളുടെ അമ്ല സ്വഭാവം കൂടുന്നു. ശരിക്കും ആൻസർ വരേണ്ടത് തെറ്റായ പ്രസ്താവനയല്ലേ? ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാനുള്ള കഴിവ് കൂടുന്നു. അതാണ് നമുക്ക് തെറ്റായിട്ട് വരുന്നത്. ഓക്സിജൻ മൂലകത്തിന്റെ രൂപാന്തരങ്ങളാണ് O2 ഉണ്ട്, O3 ഉണ്ട്, O4 ഉണ്ട്. നമ്മൾ ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ്? പ്രൊട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പിന്നെ രൂപാന്തരങ്ങൾ നമ്മൾ പഠിക്കുന്ന കാർബണിന്റെ രൂപാന്തരങ്ങളാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? ഫുള്ളറിനുണ്ട്, വജ്രമുണ്ട്, അങ്ങനെ കുറെ കാർബണിന്റെ രൂപാന്തരങ്ങളും പഠിക്കുന്നത്. അപ്പൊ രൂപാന്തരങ്ങൾ എന്നൊരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഒന്ന് ഓർത്ത് വെക്കുക. താഴെ പറയുന്നതിൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹമേത്? അതേതാണ്? ബ്രോമിൻ ആണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് മെർക്കുറിയാണ്. ദൃശ്യപ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി വേർപിരിയുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ പ്രകീർണനം എന്ന് പറയുന്നത്. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്താൻ ആറ്റത്തിന്റെ കേന്ദ്രഭാഗമാണ് എന്തെന്നറിയപ്പെടുന്നത്? ന്യൂക്ലിയസ്. ഇനി ഇലക്ട്രോണുകൾ എന്താണ്? ന്യൂക്ലിയസിലാണോ കാണപ്പെടുന്നത്? ഇലക്ട്രോണുകൾ അതിന്റെ പുറമേലേ കാണപ്പെടുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണ്. ഇത് തെറ്റാണ്.
2 തെറ്റാണ്. നമുക്ക് എന്താ ശരിയായതല്ലേ വേണ്ടത്. സോ 2 ഉള്ളതൊക്കെ വെട്ടിക്കളഞ്ഞു. ഇനി ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ആറ്റത്തിന്റെ ഓപ്ഷൻ നമുക്ക് വേണ്ടത് ശരിയായതാണ്. 1ഉം 3ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. താഴെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? നമുക്കറിയാം എന്താണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ആസിഡുകൾ ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്? സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം പുറത്തേക്ക് വരുന്നത്. ഇരുമ്പിന്റെ അയിര ഏതാണ്? അത് ഹേമറ്റൈറ്റ് ആണ്. അലൂമിനിയത്തിൻ്റെതാണ് ബോക്സൈറ്റ്, സിങ്ക്, കലാമിൻ, കുപ്രൈറ്റ്, കോപ്പർ. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? ഗതികോർജവും സ്ഥിതികോർജവും ഒരേപോലെ വർദ്ധിക്കുന്നു. ഗതികോർജവും സ്ഥിതികോർജവും ഒരേപോലെ കുറയുന്നു. ഗതികോർജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജം കുറയുന്നു. ഗതികോർജം കുറയുന്നു, സ്ഥിതികോർജം വർദ്ധിക്കുന്നു. നമുക്കറിയാം പാരപ്പറ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ് അല്ലേ? അപ്പൊ അതിനെന്താണ്? സ്ഥിതികോർജം കൂടുതലാണ്. അതിങ്ങനെ താഴേക്ക് വരുന്തോറും അതിന്റെ സ്ഥിതികോർജം എന്ത് ചെയ്യുന്നുണ്ട്? കുറഞ്ഞു വരും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ചലിക്കാൻ തുടങ്ങി. അപ്പൊ ഗതികോർജം കൂടും. ഓക്കെ, അപ്പൊ എന്താണ്? ഗതികോർജം വർദ്ധിക്കുകയും സ്ഥിതികോർജം കുറയുകയും ചെയ്യുന്നുണ്ട്. താഴെ തന്നിരിക്കുന്നതിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണബലം വ്യത്യസ്തമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നു. അടയുടെ ഉള്ളിൽ എന്താണ്? അടയുടെ മാവും ഉണ്ട്, അതിനുള്ളിൽ ശർക്കരയും ഉണ്ട്. രണ്ടും വ്യത്യസ്തമാണ്. അപ്പൊ എന്താണ്? വ്യത്യസ്ത തന്മാത്രകളായതുകൊണ്ട് അത് അഡിഷൻ ഫോഴ്സ് ആണ്. ഭൂമിയുടെ ഉപരിതലത്തിലെ പാലായന പ്രവേഗം, അതായത് ഭൂമിയുടെ ഭൂഗുരുത്വാകർഷണ ബലത്തിൽ നിന്ന് പുറത്തേക്ക് ഒരു വസ്തു കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 11.2 കിലോമീറ്റർ സെക്കൻഡിൽ, അതായത് ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സ്പീഡിൽ വിടണം അതിന്. 3-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏത്? അത് ഏതാണ്? 3-ാം വർഗമാണെങ്കിൽ അത് ചവണയാണ്. ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്ന 1ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതൊക്കെ നോക്കേണ്ട പോയിന്റ്സ് ആണ്. അതൊക്കെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റിപ്പോകരുത്. കപട സംക്രമണ മൂലകങ്ങൾ നമ്മൾ ഒത്തിരി തവണ ഞാൻ പറഞ്ഞു തന്നാണ്. എന്തൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. എപ്പോൾ ഇവിടെ ഏതാണ്? മെർക്കുറിയാണ്. ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏത് വാതകമാണ്? ബോയിൽ നിയമം. ബോയിൽ നിയമത്തെ സൂചിപ്പിക്കുന്നതാണ്. ബോയിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ബോയിൽ, പാവ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. എന്താണ്? സ്ഥിരം ഒന്ന് കൂടുമ്പോൾ അല്ലെ എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. വോളിയം പ്രഷർ കൂടുന്നതനുസരിച്ച് വോളിയം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു അല്ലെ? ഓപ്പോസിറ്റ് ആണ് ഫംഗ്ഷൻ അവിടെ വരുന്നത്. ഇനി ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാനായിട്ട് വ്യാപകമായി ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്? നിയോഡിമിയം. മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? വൈദ്യുതോർജ്ജം എന്തായിട്ട് മാറുന്നുണ്ട്? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നുണ്ട്. വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായിട്ടും ശബ്ദോർജ്ജമായിട്ടും മാറുന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ആൻസർ നമുക്ക് വന്നിരുന്നത് വൈദ്യോർജ്ജം യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു എന്നുള്ളതായിരുന്നു അല്ലെ? ഇപ്പൊ എന്താ? ശബ്ദമില്ലാത്ത മിക്സി ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടായിരിക്കാം. ശരിക്കും അവിടുത്തെ പർപ്പസ് എപ്പോഴും എന്താണ്? ശബ്ദമുണ്ടാക്കുക എന്നുള്ളതല്ലല്ലോ. അവിടുത്തെ പർപ്പസ് എന്താ? മിക്സിയുടെ യാന്ത്രികോർജ്ജം. നമുക്ക് ആ സാധനം അരച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കാം ആൻസർ അങ്ങനെ വന്നത്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ് ആണ്. കോൺവെക്സ്. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്? ക്ലോക്കിലെ പെൻഡുലം, ഊഞ്ഞാല്, മീട്ടുമ്പോഴുള്ള വീണക്കമ്പിയുടെ ചലനം, അതെന്താണ്? കമ്പനം. എന്താണ്? ദ്രുതഗതിയിലുള്ള ദോലനം അല്ലെ? ജെയിന്റ് വീലിന്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? മെന്റലേവിയം, റുദർഫോർഡിയം, ടൈറ്റാനിയം. അവിടെ ഏതാണ് ആൻസർ വരേണ്ടത്? ടൈറ്റാനിയം. ഇതെല്ലാം എന്താണ്? ഓരോ സയന്റിസ്റ്റിന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഐസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖരാവസ്ഥയിലുള്ളതാണ് അല്ലെ? അത് ജലമായിട്ട് മാറുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഖരം എന്ന് പറയുമ്പോൾ ഓരോ ആറ്റങ്ങളും അവിടെ ക്ലോസ്ലി പാക്ഡ് ആണ്. ഇനി ജലമാകുമ്പോഴാണ് അത് ഇത്തിരിയും കൂടി വിട്ടുവിട്ടായിരിക്കും നിൽക്കുന്നത്. വാതകമാണെങ്കിൽ എന്താണ്? തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ എന്താണ്? കണികകളുടെ ഊർജം കൂടുതലായിരിക്കും. ശരിയാണ് അല്ലെ? ഖരമായിട്ട് മാറി അത് ജലമാകുമ്പോൾ അവരുടെ ഊർജം കൂടുതലാണ്. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? തമ്മിലുള്ള അകലം കൂടും അല്ലെ? പിക്ചറിൽ തന്നെ നമുക്ക് മനസ്സിലാകും അകലം കൂടുന്നു.
കണികകൾ തമ്മിലുള്ള ആകർഷണം എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. അതെന്താണ് ആകർഷണം? അല്ലെ, അതും എന്താണ് ഇവിടെ ശരിയാണ്. ചലനം കുറയുന്നു. ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ആൻസർ 1, 2, 3 എന്താണ്? ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണത്? ജപ്പാനാണ്. ജപ്പാൻ. ലോഹങ്ങളുടെയും അവയുടെ അയിരുകളും താഴെ തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്താനാണ് പറയുന്നത്. അലൂമിനിയം, ബോക്സൈറ്റ് ശരിയാണ്. സിങ്ക്, ഗലീന. സിങ്ക് നമ്മൾ പഠിക്കുന്ന കലാമിനല്ലേ ഗലീന എന്ന് പറയുന്ന ലെഡിൻ്റെതാണ്. ലെഡ്. അപ്പൊ ഇതാണ് നമുക്ക് ശരിയല്ലാത്ത ജോഡി. ഇരുമ്പ് ഹേമറ്റൈറ്റ് ആണ്. കോപ്പർ എന്താണ്? കുപ്രൈറ്റ് ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഗതികോർജം താഴെ തന്നിരിക്കുന്നവയിൽ എന്തിനെയെല്ലാം ആശ്രയിക്കുന്നു? ഗതികോർജം എന്ന് പറഞ്ഞാൽ അറിയാം, കൈനറ്റിക് എനർജി, അതായത് ഹാഫ് mv². ഇതാണ് ഇക്വേഷൻ. ഇവിടെ എന്തിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മാസിനെയും അതേപോലെ v വെലോസിറ്റിയെയും. ആൻസർ ഇത് വരും 2ഉം 3ഉമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. എങ്കിൽ ചോദിക്കാം, സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി എങ്ങനെയാണ്? mgh ആണ്. അപ്പോൾ അവിടെ എന്തൊക്കെ വരും? ഉയരത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. g ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണ ബലവുമാണ്. അവിടെ പ്രവേഗം വരില്ല. അങ്ങനെയാണ് നമുക്ക് നോക്കണ്ട. ആ ഇക്വേഷൻ ആയിട്ട് ബേസ് ചെയ്ത് വേണം എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട്. എന്ത് കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ടാണ് മൗംഗി ഭവൻഡി, ലൂയിസ് ഇ ബ്രൂസ്, അലക്സി ഐ അക്കിമോവ് എന്നിവർക്ക് 2023 രസതന്ത്രത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? എന്തിന്റെ കണ്ടുപിടുത്തമാണ്? അത് ക്വാണ്ടം ഡോട്ട്സ് ആണ്. ശബ്ദതരംഗവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി അല്ലാത്തവ. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. അതുകൊണ്ടാണ് ബഹിരാകാശ യാത്രികൾ പരസ്പരം സംസാരിക്കാനായിട്ട് റേഡിയോ പോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാൾക്ക് കേൾക്കാൻ കഴിയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയിലുള്ള ശബ്ദമാണ്. ശരിയാണ്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന വായുവിലാണ്. ഇതാണ് നമുക്കിവിടെ തെറ്റായത്. അപ്പൊ എന്താണ്? ഓപ്ഷൻ സി 4 മാത്രമാണ് തെറ്റ് വരുന്നത്. ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന്റെ അവസാന ഘട്ടത്തിലുള്ള ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രൊപ്പലന്റ് ഏതാണ്? ദ്രാവക ഹൈഡ്രജനും ദ്രാവക ഓക്സിജനുമാണ്. എക്സ് എന്ന മൂലകത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം 281 ആയാൽ ആ മൂലകത്തിന്റെ ആകെ ഷെല്ലുകളുടെ എണ്ണം നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, KLM. ഇവിടെ എത്ര ഷെല്ലുകളുണ്ട്? മൊത്തം 3 ഷെല്ലുകളുണ്ട്. ഇവിടുത്തെ സംയോജകത എത്രയാണ്? സംയോജകത എന്ന് പറയുന്നത് 1 ആയിരിക്കും കേട്ടോ. ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടു കൊടുത്താൽ ഇത് എന്താകും? ഇത് ഇക്വിലിബ്രിയം ഒരു സ്റ്റെബിലിറ്റി കൈവരിക്കുന്നുണ്ടാകും. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. ഹൈഡ്രജൻ വാതകത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക്. ഹൈഡ്രജൻ വാതകം കണ്ടുപിടിച്ചത് ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. ശരിയാണ് അല്ലെ? ഇനി എന്താണ്? ഹൈഡ്രജൻ ലോഹമാണ്. തെറ്റാണ്. ഹൈഡ്രജൻ വാതകമാണെന്ന് നമുക്കറിയാം. ഹൈഡ്രജന്റെയും ഒരു ഐസോട്ടോപ്പാണ് റേഡിയം. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ നമ്മൾ പഠിക്കുന്ന ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവയാണ്. സൂര്യനിലെയും നക്ഷത്രങ്ങളിലെയും മുഖ്യ ഘടകം ഹൈഡ്രജൻ ആണ്. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് വേണ്ടത്? ശരിയാണ്. 1ഉം 4ഉം ഇവിടെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. വിവിധയിനം മണ്ണിനങ്ങളുടെ pH താഴെ തന്നിരിക്കുന്നു. ഇതിൽ കുമ്മായം ചേർക്കേണ്ടത് എപ്പോഴും എന്താണ്? അസിഡിക് നേച്ചർ ഉള്ളതിലാണ് നമ്മൾ എന്ത് ചേർക്കേണ്ടത്? കുമ്മായം. 7ൽ കുറവാണെങ്കിലാണ് ഇതിൽ എന്ത് വരുന്നത്? അസിഡിറ്റി വരുന്നത്. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായി രേഖപ്പെടുത്തിയവ. അലൂമിനിയം, ബോക്സൈറ്റ് ആണ്. ശരിയാണ്. ഇരുമ്പിന്റെ ഏതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഓക്കെ, ഇരുമ്പിന്റെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഹേമറ്റൈറ്റ് വരുന്നുണ്ട്, അയൺ പൈററ്റിസ് വരുന്നുണ്ട്, സിഡ്രൈറ്റ് വരുന്നുണ്ട്, ക്രയോലൈറ്റ് അല്ല. അതേപോലെ തന്നെ സിങ്ക്, കലാമിനാണ്, കോപ്പർ, കുപ്രൈറ്റ് ആണ്. അപ്പൊ ശരിയായ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. നമുക്ക് വേണ്ടത് തെറ്റ് രേഖപ്പെടുത്താനാണ്. അപ്പൊ ഓപ്ഷൻ ബി 2 മാത്രമാണ് ഇവിടെ തെറ്റ് വരുന്നത്. ഒരു വൈദ്യുത ജനറേറ്റർ പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ജനറേറ്റർ എപ്പോഴും നമുക്കറിയാം, ജനറേറ്റർ നമ്മൾ എന്തിനാണ്? കറണ്ട് പോകുമ്പോഴാണ് ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? യാന്ത്രികോർജത്തെ അത് എന്താക്കി മാറ്റുന്നുണ്ട്? വൈദ്യുതോർജമാക്കി മാറ്റുന്നുണ്ട്. ആറ്റത്തിനുള്ളിൽ കാണപ്പെടുന്ന കണങ്ങളും അവയെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്മാരുടെ പേരുകളും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി അഥവാ ജോഡികൾ കണ്ടെത്താൻ അല്ലെ. പെൻ, RTC. പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ ഇവിടെ ഹെൻറി മോസ്ലി തെറ്റാണ്. ഇലക്ട്രോൺ ആരാണ്? JJ തോംസൺ ആണ്. അപ്പൊ ഇവിടെ എന്താണ്? ഇതും തെറ്റാണ്.
ഇനി നെക്സ്റ്റ് ഏതാണ്? സോറി, ഇലക്ട്രോൺ ആരാണ്? ജെ തോംസൺ ആണ്. അപ്പൊ ഇത് ശരിയായ പ്രസ്താവനയാണ്. ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ്. ന്യൂട്രോൺ ജെയിംസ് ചാഡ്വിക് ആണ്. പ്രോട്ടോൺ, അപ്പൊ ഇവിടെ നമുക്ക് ഏതൊക്കെയാണ്? പ്രോട്ടോൺ ആരാണ്? റുദർഫോർഡ് ആണ്. അപ്പൊ ഇവിടെ ശരിയായ പ്രസ്താവനകൾ എന്ന് പറയുന്നത് 1, 3, 4 എന്നിവയാണ്. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1, 3, 4 ആണ് ശരി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഒരു സമതല ദർപ്പണത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. ഈ സമതല ദർപ്പണവുമായി ബന്ധപ്പെട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ കാണുന്നത്. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ്. ശരിയാണ്. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. വസ്തുവിന്റെ യഥാർത്ഥ പ്രതിബിംബം യഥാർത്ഥമല്ല, അത് അപ്പുറമല്ലേ ഫോം ചെയ്യുന്നത്. അപ്പൊ എന്താണ്? മിഥ്യാപ്രതിബിംബമാണ്. 1ഉം 2ഉമാണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ ഉപഗ്രഹമായ ആദിത്യ L1 വിക്ഷേപിച്ചത് എന്നാണ്? 2023 സെപ്റ്റംബർ 2-നാണ് ആദിത്യ L1 വിക്ഷേപിക്കുന്നത്. ഭൂമധ്യരേഖക്കടുത്ത് വെച്ച് മാസും ഭാരവും നിർണയിക്കപ്പെട്ട ഒരു വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. അതായത് ഭൂമധ്യരേഖയിൽ നമ്മൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ധ്രുവപ്രദേശത്ത് വെച്ച് മാസം നിർണയിച്ചതിന് നമ്മൾ ഭൂമധ്യരേഖയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. ഇവിടെ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവന്നു. ഇവര് ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതിനെ അങ്ങോട്ട് കൊണ്ടുവന്നു. മാസ് മാറുന്നില്ല. ഞാൻ എപ്പോഴും പറഞ്ഞു മാസ് അഥവാ പിണ്ഡം ഒരിക്കലും മാറില്ല. അപ്പൊ എന്താണ്? ഇത് രണ്ടുമല്ല എന്നറിയാൻ നമുക്ക്. മാസ് മാറുന്നില്ല, ഭാരം എന്തായിരിക്കും സംഭവിക്കുന്നത്? അതായത് എന്താണ് എവിടെ വെച്ചാണ്? ഭൂമധ്യരേഖയിൽ വെച്ച് ചെയ്യുമ്പോഴേക്കും നമുക്കറിയാം ഭൂമധ്യരേഖ 9.78 ആണ്. ധ്രുവപ്രദേശം എന്ന് പറയുമ്പോൾ 9.83 ആണ് ജിയുടെ വാല്യൂ. അപ്പൊ എന്താണ്? ഭാരം അവിടെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? നിർണയിച്ച വസ്തു ഭൂമിയുടെ ധ്രുവപ്രദേശത്ത് വെച്ചിരിക്കുമ്പോഴേക്കും അതിന് ഭാരം കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താണ്? പ്രവേഗത്തിന്റെ ഗതികോർജം കൈനറ്റിക് എനർജി ½ mv² ആണ് ഇക്വേഷൻ. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവേഗം v എന്ന് പറയുന്നത് ഡബിൾ ആക്കി പറഞ്ഞു. ½ m × ഡബിൾ 2v² എന്നാക്കി മാറ്റി. ആൻസർ എങ്ങനെ വരും? ½ m × 4v². ഇവിടെ നേരെ കട്ട് ചെയ്ത് വെക്കരുത്. നമുക്ക് എന്ത് വേണം? ½ mv² × 4. ഈ പറയുന്ന എന്താണ്? കൈനറ്റിക് എനർജി ഇക്വേഷൻ അല്ലേ. അപ്പൊ കൈനറ്റിക് എനർജി × 4 ആയിട്ട് മാറും. അതായത് പ്രവേഗം എന്താണ്? പ്രവേഗം ഇരട്ടിയാക്കിയപ്പോഴേക്കും കൈനറ്റിക് എനർജി എന്തായിട്ട് മാറി? 4 മടങ്ങായിട്ട് മാറി. ഓക്കെ, പ്രകാശ പ്രകീർണനത്തിന് കാരണമായ പ്രതിഭാസമാണ് അപവർത്തനം. ഉത്കൃഷ്ടവാതകങ്ങൾ അഥവാ അലസവാതകങ്ങൾ 18ാം ഗ്രൂപ്പ്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസവാതകത്തിന്റെ വ്യാപ്തം താപനിലയോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ പി കോൺസ്റ്റന്റ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. വാതകത്തിന്റെ വ്യാപ്തം എന്താണ്? താപനിലയോട് വിയും ടിയും ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ്. ചാൾസ് നിയമം അല്ലെ, നേരനുപാതത്തിലായിരിക്കും. കാർബണിന്റെ രൂപാന്തരമായ വജ്രത്തെ കുറിച്ച് തെറ്റായ പ്രസ്താവനകൾ. ശക്തിയായ സഹസംയോജക ബന്ധമാണ് വജ്രത്തിന്റെ കാഠിന്യത്തിന് കാരണം. അത് ശരിയാണ്. വജ്രത്തിന് അപവർത്തനാങ്കം വളരെ കൂടുതലാണ്. സെയിം ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നേരെ തിരിച്ചു കണ്ടിട്ടുണ്ട്. വജ്രത്തിന് അപവർത്തനാങ്കം കുറവാണെന്ന് പറ. അപ്പൊ ഞാൻ പറഞ്ഞതാണ് വജ്രത്തിന് അപവർത്തനാങ്കം കൂടുതലാണെന്ന്. അപ്പൊ ഇതെന്താണ്? ശരിയാണ്. വൈദ്യുത ചാലകമായിട്ട് വജ്രം പ്രവർത്തിക്കില്ല. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി 3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ. താപത്തിന്റെ SI യൂണിറ്റ് ആണ് ജൂള്. ഓക്കെ, ശരിയാണ്. നമുക്കറിയാം താപം ജൂളാണ്. താപനിലയാണെങ്കിൽ എന്താണ്? കെൽവിനാണ്. വ്യത്യാസമുണ്ട് താപവും താപനിലയും തമ്മിൽ. താപനിലയാണെങ്കിൽ അത് കെൽവിനാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി. പവർ വാട്ടാണ്, പ്രവൃത്തി ജൂളാണ്, ഊർജം ജൂളാണ്. ബലം എന്താണ്? ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് പാസ്കൽ അല്ല. അപ്പൊ ഇതാണ് ഇവിടെ തെറ്റായ ജോഡി. അപ്പൊ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അലൂമിനിയത്തിന്റെ ഒരു ധാതു. അലൂമിനിയത്തിന്റെ ധാതുവാണ് എന്ത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണ ബോക്സൈറ്റ് ആണ് എപ്പോഴും തരുന്നത്. ഇവിടെ മാറ്റി തന്നവര് ക്രയോലൈറ്റ് തന്നു. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം ഏതാണ്? ഉദാഹരണം അല്ലാത്തത്. ഓക്കെ, ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കിന് ഉദാഹരണമായിട്ട് നമ്മൾ പഠിക്കുന്നത് ബേക്കലൈറ്റ് ആണ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? ഹ്രസ്വദൃഷ്ടി, ദീർഘദൃഷ്ടി, വെള്ളെഴുത്ത്, മാലക്കണ്ണ്. ഏതൊക്കെയാണ്?
ദീർഘദൃഷ്ടി പരിഹരിക്കാനും അതേപോലെ വെള്ളെഴുത്ത് പരിഹരിക്കാനുമാണ്. 2ഉം 3ഉമാണ് ആൻസർ. ഇതൊക്കെ നമ്മൾ ആ പ്രകാശം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഫിസിക്സിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ഫിഗർ ഉൾപ്പെടെ പറഞ്ഞ് എന്തുകൊണ്ടാണ് അതിൽ ഉപയോഗിക്കുന്നതൊക്കെ ഫിഗർ ഉൾപ്പെടെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, താഴെ പറയുന്നവയിൽ ആസിഡിന്റെ പൊതു സ്വഭാവങ്ങളേവ? എന്താണ് ആസിഡ് വീണ നമുക്കറിയാം പൊള്ളും അല്ലെ, ചുവപ്പാകുമെന്ന് ഓർത്തിരിക്കുക. അപ്പൊ നീല ലിറ്റ്മസ് ആണെങ്കിൽ അത് എന്താക്കി മാറ്റും? ചുവപ്പാക്കും. ചുവപ്പാണെങ്കിലും എന്താക്കി മാറ്റും? അത് ചുവപ്പിനെ തന്നെ, ചുവപ്പ് തന്നെയായിരിക്കും. അപ്പൊ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. ശരിയായ പ്രസ്താവനയാണ്. ആസിഡിന് ഞാൻ പറഞ്ഞു എന്താണ് 7, ഇതാണ് നമ്മുടെ 7. മീഡിയൻ ആണെങ്കിൽ ഇത് ന്യൂട്രൽ ആണ്. 7ൽ കൂടുതലാണെങ്കിൽ അത് ആൽക്കലി എന്നും 7ൽ കുറവാണെങ്കിൽ അതിനെ ആസിഡും എന്നാണ് പറയുന്നത്. അപ്പൊ pH മൂല്യം 7ൽ കുറവാണ്. അപ്പൊ ഇതും ശരിയാണ്. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവനകൾ. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിൽ ഉണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ഇക്വേഷൻ പറഞ്ഞിരുന്നു n = 360 ഡിവൈഡ് ബൈ θ മൈനസ് 1. ഇതാണ് ദർപ്പണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ആൻസർ എങ്ങനെ വരും? 360 ഡിവൈഡ് ബൈ 60 മൈനസ് 1 എന്ന് വരും. അതായത് ഇവിടെ ആൻസർ എത്ര വരും? കട്ടായി പോകും. 6 കൂടി 6 തവണ 6ൽ നിന്ന് 1 ഓർക്കുമ്പോൾ 5ആണ്. അതായത് ദർപ്പണങ്ങളുടെ പ്രതിബിംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 5ആണ്. അപ്പൊ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 360 ഡിവൈഡഡ് ബൈ തീറ്റ എന്ന് പറയുന്ന എത്രയാണോ ആംഗിളിൽ നമ്മൾ വെക്കുന്നത്, ഉണ്ടോ ഇങ്ങനെ വെക്കുന്നത്, അതേപോലെ ഇങ്ങനെ വെക്കാം, ഇങ്ങനെ നിവർത്തി വെക്കാം, ഒക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താ ഡിനോമിനേറ്ററിൽ നമുക്ക് എന്താ കുറയുന്ന അനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും. ദോലന ചലനത്തിൽ പെടാത്തവയാണ് നമുക്ക് വേണ്ടത്. ആട്ടുകട്ടിലിന്റെ ചലനം. ആട്ടുകട്ടിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? മുന്നോട്ടും പുറകോട്ടുമാണ്. അപ്പൊ ഇതെന്താണ്? ദോലന ചലനമാണ്. ഫാനിലെ ദളങ്ങളുടെ ചലനം അല്ലെ, അത് റൗണ്ട് ആയിട്ടല്ലേ കറങ്ങുന്നത്. അപ്പൊ എന്താണ്? ഇതല്ല. അപ്പൊ 2ഉണ്ട് ആൻസർ. നേരെ 2ഉള്ളത് മാത്രം നോക്കുക. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം അല്ലെ, മുന്നോട്ടും പുറകോട്ടുമാണ് പെൻഡുലം, അതും ദോലനമാണ്. സൈക്കിളിന്റെ ചക്രങ്ങളുടെ ചലനം എന്താണ്? ദോലനമല്ല. അപ്പൊ ആൻസർ വരുന്ന ഏതാണ്? 2ഉം 4ഉമാണ് നമുക്ക് ആൻസർ വരുന്നത്. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയത് ഹെൻറി കാവൻഡിഷ്. ഇതിന് മുന്നേ എന്തായിരുന്നു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചോദിക്കാനുള്ളൂ നിങ്ങളോട് പരീക്ഷയ്ക്ക്. അതെങ്ങനെ തിരിച്ചും മറിച്ചും അതായത് ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു 3 ക്വസ്റ്റ്യൻ അടുത്ത പരീക്ഷയ്ക്ക് എന്താവും? ആ 3 കൂടി ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. 1 മീറ്റർ ഉയരമുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം പൊട്ടൻഷ്യൽ എനർജി ആണ് ചോദിച്ചിരിക്കുന്നത്. ഇക്വേഷൻ ഉണ്ട് mgh എന്ന് പറയുമ്പോൾ എത്രയാണ്? മാസ് എത്രയാണ്? 0.2 ആണ്. ജി എന്ന് പറയുന്നത് എത്രയൊക്കെ എടുക്കാനാ പറഞ്ഞിരിക്കുന്നത്? 10 ആക്കി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരെ. എത്രയാണ്? ഹൈറ്റ് 1 ആണ്. അപ്പൊ എത്ര വരും ആൻസർ? 0.2 × 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 20 അല്ലെ, ഒരു ഡിജിറ്റ് മാറ്റി പോകുന്നത്. അപ്പൊ ആൻസർ വരുന്നത് 2 ജൂളാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാനുള്ള കാരണം എന്താണ്? അത് അപവർത്തനമാണ് അല്ലെ. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പോകുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അവിടെ അപവർത്തനം സംഭവിക്കുന്നത്. ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി സെൽഷ്യസ് താപനിലയ്ക്ക് തുല്യമായ സ്കെയിലിലെ താപനില എത്രയാണ്? 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റാനായിട്ട് എന്താണ്? C × 5/9 + 32 ആണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്നെ തിരിച്ചല്ലേ വേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? F - 32 × 9/5 ആണ് C എന്ന് പറയുന്നത്. ഇവിടെ F എത്രയാണ്? 32 - 32 × 9/5. 32 കൂടി 0 ആയി പോകും. ഇവിടെ ആൻസർ 0 ആണ്. അതായത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ് 32 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന്. ഇന്ത്യയിൽ ബഹിരാകാശ ദിനം എന്നാണ്? ബഹിരാകാശ ദിനം ഓഗസ്റ്റ് 23. എന്താണ് പ്രത്യേകത? ചന്ദ്രനിൽ അല്ലെ, ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്ത ദിവസമാണ് ഓഗസ്റ്റ് 23. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരാണ് ആദിത്യ L1. രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നതാണ് അക്വാ റീജിയ. എന്താണ്? അതിൽ നൈട്രിക് ആസിഡും ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡും ഉണ്ടെന്ന് നമുക്കറിയാം.
ഓക്കെ, അപ്പൊ ഇതല്ല ആൻസർ. നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. ഇനി അതിന്റെ എന്താണ് വേണ്ടത്? റേഷ്യോ ആണ് വേണ്ടത്. നമുക്കറിയാം എങ്ങനെയാണ്. ഹൈഡ്രോ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. ഹൈഡ്രോ ക്ലോറിക് ആസിഡ്, അങ്ങനെ 3 ആക്കി പഠിച്ചു നോക്കിക്കേ. ഹൈഡ്രോ ക്ലോറിക് ആസിഡ്. ഓക്കെ, ഇങ്ങനെ 3 ആക്കി കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എന്താണ് ഈ പറയുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് 3 ഭാഗമുണ്ട്. മറ്റേത് എന്താണ്? നൈട്രിക് ആസിഡ് 1 ഉള്ളൂ. അപ്പോൾ 1:3 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഉണ്ട്, കൊളോയിഡ് ഉണ്ട്, സസ്പെൻഷൻ ഉണ്ട്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ യഥാർത്ഥ ലായനി എന്ന് പറയുന്നത് ഏതാണ്? ഇവിടെ സോഡിയം അമാൽഗമാണ് യഥാർത്ഥ ലായനിയായിട്ട് വരുന്നത്. താഴെ പറയുന്നതിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സോഡിയം സൾഫൈഡ് ഓറുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്ലവന പ്രക്രിയ ചെയ്യുന്നത്. സൾഫൈഡ് ഓറുകളിൽ നമ്മൾ പഠിച്ചു. അതിൽ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്നത് സിങ്ക് ബ്ലെൻഡ് ആണ്. കണ്ടോ, എല്ലാം കണക്റ്റഡ് ആണ് ക്വസ്റ്റ്യൻസ് എല്ലാം. 2023 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയമായിട്ടാണ്? ഏതായിരുന്നു? ക്വാണ്ടം ഡോട്ട്സ്. നിങ്ങൾ 2024 നോബൽ പഠിച്ചിട്ടേ പോകാവൂ. 1 അല്ലെങ്കിൽ 2 മാർക്ക് കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും അത് പഠിക്കാതെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോവുകയേ ചെയ്യരുത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ മാസ്, ഭാരമല്ല, മാസാണ്. ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു എന്താണ്? ദർപ്പണത്തിന്റെ പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദു എന്ന് പറയുന്നത് എന്താണ്? അത് പോളാണ്. പോൾ. ഓക്കെ, ലോഹങ്ങളെ അടിച്ചു പരത്തി കനം കുറച്ച് തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി, ഡക്റ്റിലിറ്റി എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് മാലിയബിലിറ്റി? സൗരയൂഥത്തിലുള്ള ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. P1 V1 = P2 V2 എന്ന സമവാക്യം ഏത് നിയമത്തെ സൂചിപ്പിക്കുന്നു? PV പാവ, ബോയിൽ പാവമാണ്, ബോയിൽ നിയമമാണ്. ഏത് ലോഹം പ്രധാന ഘടകമായുള്ള മിശ്രലോഹത്തെയാണ് അമാൽഗം എന്ന് പറയുന്നത്? അമാൽഗം എന്ന് പറയുന്നത് മെർക്കുറി കണ്ടന്റ് അടങ്ങിയതിനെയാണ് നമ്മൾ മെയിൻ ആയിട്ട് എന്ത് പറയുന്നത്? അമാൽഗം എന്ന് പറയുന്നത്. ഐസോട്ടോണിക് ലായനികളുടെ എന്താണ്? ഓസ്മോട്ടിക് മർദ്ദം എന്തായിരിക്കും? തുല്യമായിരിക്കും. ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഓസ്മോട്ടിക് മർദ്ദം തുല്യമായ ലായനികളെ പറയുന്നതാണ് ഐസോട്ടോണിക് എന്ന്. ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നത് ജലത്തിന്റെ ഗുണനിലവാരം സൂചിപ്പിക്കാൻ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പരിശോധനയാണ്. കുടിവെള്ളത്തിന്റെ BOD എത്രയാണ്? 1 to 2 ppm ആണ്. ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ജിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായവ. ധ്രുവ പ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. ശരിയല്ലേ പറഞ്ഞത്? ഓക്കെ, ഭൂമധ്യരേഖ പ്രദേശത്താണോ ജിക്ക് പരമാവധി മൂല്യം? ഇവിടത്തെ എത്രയാണ്? 9.83 ആണ്. ഇവിടെ 9.78 ആണ്. അപ്പൊ പരമാവധി മൂല്യം ധ്രുവ പ്രദേശത്താണ്. അപ്പൊ ഇത് ശരിയാണ്. ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0 ആയതുകൊണ്ടാണ് ഭൂകേന്ദ്രത്തിലാണ് ഒരു വസ്തുവെങ്കിൽ അതിന്റെ വാല്യൂ അതിന്റെ ഭാരം 0 ആയിട്ട് വരുന്നത്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം h/2 സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിന്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം. അതായത് ഇവിടെ ഇരിക്കുകയാണ് ഒരു സാധനം. ഓക്കെ, അത് നേരെ താഴത്തേക്ക് പോകുന്നു. ഇപ്പൊ ഇതിന് എന്തുണ്ട്? സ്ഥിതികോർജം ഉണ്ട്. അവിടെ എന്തുണ്ട്? അതിനെ എന്ത് ചെയ്യും? നമ്മൾ മൂവ് ചെയ്യുമ്പോഴേക്കും അതിന്റെ സ്ഥിതികോർജം കുറഞ്ഞു വരും, ഗതികോർജം കൂടി വരും. അതെങ്ങനെ? എന്താണ്? എച്ചിലാണ് നിൽക്കുന്നത്. h/2 കറക്റ്റ് പകുതി എത്തുമ്പോഴേക്കും അത് 1:1, രണ്ടും ഈക്വൽ ആയിട്ട് വരും. ഈക്വൽ റേഷ്യോയിൽ. അപ്പൊ 1:1 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഹണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അവരോഹണം വലുതിൽ നിന്ന് ചെറുതിലോട്ട്. എന്താണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്? ഓക്കെ, വായു, ശുദ്ധജലം, സമുദ്രജലം. അപ്പൊ നമുക്കറിയാം വായുവിലാണ് എന്ത് വരുന്നത്? ആരോഹണ ക്രമം അല്ലേ പറയുന്നത്. അപ്പൊ ചെറുത് ഏറ്റവും കുറവ് വായുവിലാണ്. അപ്പൊ വായു 1 ആദ്യം വരേണ്ടത്. 2 ആദ്യം വരേണ്ടത്. വായു 2 അല്ലേ? അപ്പൊ 2 ആദ്യം വരേണ്ടത്. അപ്പൊ ഇതല്ല നോക്കാം. ഇനി നമുക്ക് ശുദ്ധജലമാണോ സമുദ്രജലമാണോ എന്നാണ് നോക്കേണ്ടത്. അതിൽ ആദ്യം ശുദ്ധജലത്തിലായിരിക്കും സാന്ദ്രത കുറവ് വരുന്നത്, പ്രവേഗം കുറവ് വരുന്നത്. മറ്റേത് എന്താണ്? സമുദ്രജലം വരുമ്പോഴേക്കും കൂടുതലായിരിക്കും. അപ്പൊ 2, 1, 3 എന്നുള്ളതാണ് ആൻസർ. ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്?
1% ആണ്. ഈ ആദിത്യ L1 അതേപോലെ ചന്ദ്രയാനും ഇതുവരെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആദിത്യ L1 അതേപോലെ ചന്ദ്രയാന്റെ. താല്പര്യമുള്ളവർ കയറി കണ്ടു നോക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഇത് ശരിയാണ്. ഇനി ആറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകങ്ങളാണ് ഹൈഡ്രജൻ. നമ്മൾ ഹൈഡ്രജൻ എഴുതുന്നത് എങ്ങനെയാണ്? H1 എന്ന് എഴുതുന്നത്. അപ്പൊ ഇതെന്താണ് ഇവിടെ? തെറ്റാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രൊട്ടിയം ഹൈഡ്രജന്റെ ഐസോട്ടോപ്പ് അല്ലേ, അതിനെന്താണ്? ന്യൂട്രോൺ 0 ആണ്. ഡ്യൂട്ടീരിയത്തിന്റെ ന്യൂട്രോണിന്റെ എണ്ണം 1 ആണ്. ട്രിഷ്യത്തിന്റെ ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 2 ആണ്. ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇതെല്ലാം ശരിയാണ്. അപ്പൊ ഇനിയുള്ള ക്വസ്റ്റ്യൻ 20 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 10th പ്രിലിംസിന്റെ 1ാം ഘട്ടവും 2ാം ഘട്ടത്തിലെയും ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇത് എത്രത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത്. ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനം. എന്താണ് ജനറേറ്ററിൽ നടക്കുന്നത്? അല്ലെ, നമ്മൾ എത്ര വട്ടം ഈ ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു ഇപ്പൊ. അതായത് യാന്ത്രികോർജമാണ് അവിടെ എന്തായിട്ട് മാറുന്നത്? വൈദ്യുതോർജമായിട്ട് മാറുന്നത്. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം എന്ന് പറയുന്നത് സമ്പുഷ്ട യുറേനിയം ആണ്. ഇത് ടെക്സ്റ്റ് ബുക്ക് ഫാക്റ്റ് ആണ്. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ ഗതികോർജം എന്താണ്? നമ്മൾ പഠിച്ചതല്ലേ, ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ½ mv². നമ്മൾ സ്വാഭാവികമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ അങ്ങ് വിട്ടുകളയും. എന്താണ് ½ mv²? നമ്മൾ പറഞ്ഞാണ് ½ m × 2v². അപ്പൊ എത്രയാകും? 4 മടങ്ങാകുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. അതിന്റെ ഇക്വേഷൻ ഉൾപ്പെടെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് വേണ്ടത്? അതായത് ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രവേഗം, ത്വരണം, സ്ഥാനാന്തരം ഇവയെല്ലാം എന്താണ്? സദിശ അളവാണ്. വേഗമാണ് ഇവിടുത്തെ അദിശ അളവ്. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ബാരോമീറ്റർ ആണ്. ബാരോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ടോറസെല്ലി ആണ്. നമ്മൾ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയിൽ ജെ തോംസൺ എന്താണ് നമ്മൾ പഠിച്ചത്? പെൻ, RTC. റുദർഫോർഡ് തോംസൺ, ജെ തോംസൺ എന്താണ് കണ്ടുപിടിച്ചത്? ഇലക്ട്രോണിനെ ബന്ധപ്പെടാത്ത പ്രസ്താവനയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ബന്ധപ്പെടാത്ത പ്രസ്താവന. അപ്പൊ ഇവിടെ എന്താണ്? ന്യൂട്രോണിനെ കണ്ടെത്തിയത് ആരാണ്? ചാഡ്വിക് ആണ്. പ്ലം പുഡിംഗ് മാതൃക അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. ഇലക്ട്രോണിനെ കണ്ടെത്തി. ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തി. ഇവിടെ നമുക്ക് ഈ പ്ലം പുഡിങ്ങും ഡിസ്ചാർജ് ട്യൂബും ഒന്നും അറിഞ്ഞില്ലെങ്കിലും ഇലക്ട്രോണും ന്യൂട്രോണിനെയും കണ്ടെത്തിയത് ആരാണെന്നൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. റബ്ബറിന്റെ മോണോമർ ആണ് എന്തെന്ന് പറയുന്നത്? ഏതാണ്? ഐസോപ്രീൻ. ഇത് നമ്മുടെ 10th ടെക്സ്റ്റ് ബുക്കിലെ ഫാക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. 10th ആ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്നൊരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. റേഡിയോ ആക്റ്റീവത കണ്ടെത്തിയത് ഹെൻറി ബെക്കറൽ ആണ്. ലീച്ചിങ് എന്തിനാണ്? അലൂമിനിയം. ടിൻസ്റ്റോൺ ആണെങ്കിലോ എന്താണ്? കാന്തിക വിഭജനം. അതേപോലെ ഓറുകളാണെങ്കിലോ, ഓക്സൈഡുകളുടെ ഓറുകളാണെങ്കിൽ അത് ജലപ്രവാഹത്തിൽ കഴുകലും. സൾഫൈഡ് ഓറുകൾ, സിങ്ക് ബ്ലെൻഡ് ഒക്കെ ആണെങ്കിൽ അത് എന്താണ്? പ്ലവന പ്രക്രിയയുമാണ്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമാണെങ്കിൽ അവയെ പറയുന്ന പേര് ഐസോബാർ ആണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകമാണ് ഏത്? ഫ്ലൂറിൻ. നമ്മളിത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണ്ടിരുന്നു. സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ആണ് എന്ത്? അൽനിക്കോ. എന്താണ്? അലൂമിനിയം ഉണ്ട്, നിക്കലുണ്ട്, കോബാൾട്ട് ഉണ്ട്. താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? ബേക്കലൈറ്റ്. തെർമോസെറ്റിംഗ് ആണ്. നമ്മൾ പറഞ്ഞതാണ്, സെറ്റായി പോയതാണ് ബേക്കലൈറ്റ് എന്നുള്ളത്. പ്രോട്ടോണ് ആ പേര് നൽകിയത് ആരാണ്? ആരാണ്? ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. LPGയിലെ മുഖ്യ ഘടകം LPG എന്തിനാണ്? ബ്യൂട്ടൈൻ. പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗമാറ്റ നിരക്കാണ് ത്വരണം. അതായത് V-U. ഇതാണ് നമുക്ക് വരേണ്ടത്. V-U/T ആണ്. ബലത്തിന്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ കണ്ടതാണ്. അതേതാണ്? ന്യൂട്ടൺ ആണ്. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് എന്തെന്ന് പറയുന്നത്? ചലനം കൊണ്ടാണ്. സ്ഥാനം കൊണ്ടാണെങ്കിൽ സ്ഥിതികോർജവും, ചലനം കൊണ്ടാണെങ്കിൽ അത് ഗതികോർജവുമാണ്.
താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്? സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, ആറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവറുകൾ. അതായത് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അന്തരീക്ഷത്തിന് എന്ത് വരാൻ പാടില്ല, ഒരു കുഴപ്പവും ഉണ്ടാവാൻ പാടില്ലാത്ത എനർജീസിനെയാണ് നമ്മൾ ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഗ്രീൻ എനർജി അല്ലാത്തത്, അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കേ, അറിയാം നമുക്ക് സൗരോർജം എന്ന് പറയുന്നതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ അന്തരീക്ഷത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാണെങ്കിലോ അതുകൊണ്ടും നമ്മുടെ അന്തരീക്ഷത്തിന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? ആറ്റോമിക് റിയാക്ടറുകൾ ആണെങ്കിലോ പ്രശ്നമാണല്ലേ? ആണ്, പ്രശ്നമാണ്. അപ്പൊ ഇവിടെ ഗ്രീൻ എനർജി അല്ലാത്തത് ചോദിക്കുമ്പോൾ ആറ്റോമിക് റിയാക്ടറുകളാണ്. കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതാണ്? അൾട്രാസോണിക് ആണ്. അതായത് ഇത്രയും ക്വസ്റ്റ്യൻ, നമ്മുടെ 500ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കണ്ടിട്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്തൊരു എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി എന്ന പോർഷനിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. കാര്യം ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചതെന്നും പണ്ട് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ചോദിക്കുന്നതെന്നുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ടോപ്പിക് ഏതെങ്കിലും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.